ദൈവം സൗഖ്യം വരുത്തുന്ന ദൈവമാണോ? അതെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഇതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്താണ് ക്രിസ്തീയ വിശ്വാസം? എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? എങ്ങനെയാണ് സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിക്കുന്നത്? ഉറപ്പ് വേണം. പെർഫെക്റ്റ് അല്ലാത്ത ആരും സ്വർഗത്തിൽ പോവില്ല. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പോകുന്നുമില്ല. എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഒന്നുകൂടെ പറയാം. പെർഫെക്റ്റ് അല്ലാത്ത യേശു ക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഒരാൾ പോലും സ്വർഗത്തിൽ പോവില്ല. ഓക്കെ, നമ്മൾ ഒരിക്കലും യേശു ക്രിസ്തുവിനെ പോലെ അല്ല. ഇനിയിപ്പോൾ ആരെല്ലാം പറയാം, ഇല്ലില്ല ഞാൻ യേശു ക്രിസ്തുവിനെ പോലെ എന്ന് പറയുകയാണെങ്കിൽ യോഹന്നാൻ അവനോട് പറയാണ്, ഒരുവൻ തനിക്ക് പാപം ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ തന്നെത്താൻ വഞ്ചിക്കും. അപ്പോൾ അത് പോയി. നമ്മൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും എന്ന് പറയുന്നത് ഒരു ഭയങ്കര നിങ്ങൾ ഇന്നും ബൈബിൾ വായിച്ച് കാണുമായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ സാധാരണ ബൈബിൾ വായിക്കുന്നത്? ബൈബിൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് രാവിലെ വായിക്കണമല്ലോ എന്ന് വിചാരിച്ച് കയ്യിൽ കിട്ടുന്ന ഭാഗമെടുത്ത് വായിക്കും. അത് ആത്മാവ് തന്നാണെന്ന് വിശ്വസിക്കും. ചില സമയത്ത് അത് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിക്കും. ദൈവാത്മാവ് അങ്ങനെ ഇടപെടാറുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ മിക്കവാറും സമയത്തും നമുക്ക് അത് ബന്ധമുള്ള കാര്യമായിരിക്കണമെന്നില്ല. അതൊരു യാദൃശ്ചികതയാകാം. ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും അങ്ങനെ സംസാരിക്കാം, പക്ഷെ എപ്പോഴും അങ്ങനെ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വേദപുസ്തകം നമ്മൾ അങ്ങനെ ഓരോ ദിവസവുമുള്ള നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിച്ചാൽ പോരാ. ഓരോ ദിവസങ്ങളിലുമുള്ള നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിച്ചാൽ പോരാ. അങ്ങനെ നമ്മൾ ഒരിക്കലും ക്രിസ്ത്യ ജീവിതം ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ നടക്കാനുള്ള വചനം, പ്രാർത്ഥന, വിശ്വാസം, അത് പോരാ. എന്തുകൊണ്ട് പോരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരൊറ്റ സന്ദേശമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ആ സന്ദേശം എന്ത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അനുദിനമുള്ള ആ ഡോസ്, അതായത് വചനത്തിൻ്റെ ഡോസ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ എഴുതിയൊരു കത്ത് വായിക്കുകയാണെങ്കിൽ ആ കത്ത് മുഴുവൻ വായിച്ചാൽ മാത്രമേ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പുസ്തകം മുഴുവൻ വായിച്ചാലേ അതിൻ്റെ യഥാർത്ഥ ജിസ്റ്റ് എന്താണ്, അതിൻ്റെ ചുരുക്കം എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ വേദപുസ്തകം മുഴുവനും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഉള്ള ഒരു വിഹക വീക്ഷണം, അതായത് ഒരു ബേർഡ്സ് ഐ വ്യൂ, എ ജനറൽ സ്റ്റഡി അബൌട്ട് ഓൾ ദ ബൈബിൾ ബുക്സ്, അതിനെക്കുറിച്ചൊരു അവയർനെസ്, അതായത് എന്താണ് ക്രിസ്തീയ ഉപദേശം എന്നതിനെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ബൈബിൾ വായിച്ച് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വായിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് പഠിക്കുക എന്നുള്ളതല്ല, അത് നമ്മുടെ ജീവനായി വെളിപ്പെടത്തക്ക രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വചനം മാറുക എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. വളരെ നാളുകൾ കൊണ്ടാണ് എനിക്ക് വേദപുസ്തകം മനസ്സിലായത്. ഞാൻ ബൈബിൾ കോളേജ് പഠിച്ച കാലഘട്ടത്തിൽ എനിക്ക് ബൈബിൾ അറിയാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിലും മുമ്പോട്ട് വന്ന ഓരോ കാലഘട്ടത്തിലും ഇതെനിക്ക് അറിയില്ല എന്ന് കൂടുതൽ ദൈവം തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വചനം പഠിക്കേണ്ടതിന് വേദപുസ്തകം വെച്ചിരിക്കുന്ന ചില മനോഹരമായ വ്യവസ്ഥകളുണ്ട്. ഇന്ന് ഞാൻ ഈ 2 ദിവസം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം നിങ്ങൾ വചന പഠനത്തിൽ സ്വയം പര്യാപ്തരാവുക എന്നുള്ളതാണ്. അതായത് പ്രബോധിപ്പിക്കാൻ തക്കവണ്ണമുള്ള വചനം നമുക്കെങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം. പലരും പറയാറുണ്ട്, ബൈബിളൊക്കെ വായിക്കാറുണ്ട് ബ്രദറെ, പാസ്റ്ററെ, പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പരിജ്ഞാനത്തിൽ അതെന്താണ് എന്ന് വെളിപ്പെടുത്തപ്പെടുന്നില്ല, പ്രകാശിച്ച് കിട്ടുന്നില്ല. വായിക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്, വായിക്കുന്നുണ്ട്, എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷെ വേദപുസ്തകം എന്നോട് എൻ്റെ ജീവിതത്തോട് സംസാരിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെളിപ്പെടുത്തുന്നില്ല. എൻ്റെ മുൻപിൽ ആ വചനം വെളിച്ചമായി വെളിപ്പെടുന്നില്ല. എന്ത് ചെയ്യണം എന്നുള്ള ആശങ്ക പല ആളുകൾക്കുണ്ട്.
ക്രിസ്തീയ ജീവിതം വളരെ ഡ്രൈ ആയി പോവുകയും ഒരു മൊണോട്ടണസ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഏതായാലും വിശ്വാസികളായി പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ചുറ്റും ഉള്ളത്. അപ്പം വളരെ ഡ്രൈ ആയി പോകുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. പ്രത്യേകിച്ചും ട്രഡീഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ചുകളിൽ, ചർച്ച് ഓഫ് ഗോഡ്, IPC, അസംബ്ലി ഓഫ് ഗോഡ്, ഇങ്ങനെയുള്ള ട്രഡീഷണൽ ഷാരോൺ, ഇങ്ങനെയുള്ള ട്രഡീഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒരു വലിയ ഒരു വിശ്വാസത്തിൻ്റെ അപജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ന്യൂ ജനറേഷൻ ചർച്ചുകൾ, അതിവിടെ പിന്നെ വിശ്വാസം ഒരിക്കലും ആരംഭിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ അപജയം എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ ഈ ട്രഡീഷണൽ പെൻഡക്കോസ്റ്റൽ ചർച്ചുകളിൽ ഒരു കാലത്ത് വിശ്വാസത്തോടെ കരുതി വച്ചിരുന്ന ആ അതിവിശിഷ്ട വിശ്വാസം, അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ വിളിയാൽ ദൈവം നമുക്ക് തന്ന അപ്പോസ്തോലിക ഉപദേശം പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോവുകയും സ്വാഭാവികമായ ദൈവിക വെളിപ്പാടിലേക്ക് മനുഷ്യർ വീണു പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആത്മാവില്ലാത്ത ഒരാൾ, വചനം കയ്യിലില്ലാത്ത ഒരാൾ, അതായത് വെറും ഒരു പ്ലെയിൻ മനുഷ്യൻ, ഹി മേ ഹാവ് എ റിലീജിയൻ, ഒരുപക്ഷെ ഒരു മതം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇല്ലായിരുന്നേക്കാം. അങ്ങനെ ഒരു മനുഷ്യന് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ബൈബിൾ ഇല്ലാതെ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും. ബുദ്ധി കൊണ്ട് 2 കാര്യങ്ങൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അതിന് ആത്മാവ് വേണ്ട. എന്തൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായി വന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അപ്പോൾ ലോക സൃഷ്ടി മുതൽ, ലോകാരംഭം മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ, അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ചുറ്റും കാണാൻ പറ്റും, പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ 2 സ്വഭാവങ്ങൾ ബുദ്ധിയുള്ള സകല മനുഷ്യർക്കും ആത്മാവിൻ്റെ സഹായമില്ലാതെ, വചനത്തിൻ്റെ സഹായമില്ലാതെ ബുദ്ധി കൊണ്ട് വെളിപ്പെട്ട് വരുന്നു. എന്തിനാ വെളിപ്പെട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ത്യന്യായവിധി നാളിൽ എനിക്ക് ദൈവത്തെ അറിയില്ലായിരുന്നുവെന്നും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിശ്ചയമില്ലായിരുന്നുവെന്നും ആരും എക്സ്ക്യൂസ് പറയാതിരിക്കാൻ തക്കവണ്ണം ബുദ്ധിയുള്ള സകല ആളുകൾക്കും ദൈവം 2 വെളിപ്പാടുകൾ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ 2 വെളിപ്പാടുകൾ? ഒന്ന്, അവൻ്റെ നിത്യശക്തിയാണ്. ഗോഡ് ഈസ് പവർഫുൾ. ദൈവം വളരെ ശക്തനായൊരു ദൈവമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതറിയാൻ വയ്യാത്ത ആരും ഇവിടെ ഇല്ല, ഒരു മതത്തിലുമില്ല. അതായത് എല്ലാ മതങ്ങളിലും ഉള്ള സകല വിശ്വാസികൾക്കും അറിയാം, എന്ത്? ദൈവം ശക്തനാണ്, വിഘ്നങ്ങളെ മാറ്റുന്നവനാണ്, ഐശ്വര്യം തരുന്നവനാണ്, സമ്പത്ത് തരുന്നവനാണ്, രോഗം മാറ്റുന്നവനാണ്. നിങ്ങൾക്കറിയാമോ, ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളും അവരുടെ ദൈവങ്ങളോട് ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി പൂജ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവരുടെ എല്ലാം വിശ്വാസം ഇതെല്ലാം ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ന വെളിപ്പാട് പെന്തക്കോസ്തുകാർക്ക് മാത്രമുള്ളതല്ല, ബൈബിള് കയ്യിലുള്ളവർക്ക് മാത്രമുള്ളതല്ല, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ബുദ്ധിയുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, അനുദിനം നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ശരീരത്തെ ഇങ്ങനെ മെനഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, ഒരു കാരണഭൂതനുണ്ട്, ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ള സത്യം ലോകത്തുള്ള സകല മനുഷ്യരുടെ ഉള്ളിൽ അറിയാം. ഈ ശക്തി എന്ന വെളിപ്പാട് ഒരു രസകരമായൊരു കാര്യമാണ്. ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവരും പറയുന്നുണ്ട് ഒരു ശക്തി ഉണ്ടെന്ന്. അപ്പോൾ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് വളരെ പവർഫുള്ളാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നവൻ എന്താ പറയുന്നത്? ബ്രദറെ, ദൈവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതാരും നിഷേധിക്കില്ല, ലോകത്താരും നിഷേധിക്കില്ല, ബുദ്ധിയുള്ള നിരീശ്വരവാദികൾ ഉൾപ്പെടെ ആരും നിഷേധിക്കില്ല. അവർക്ക് ആ ഫോഴ്സ് എന്താണെന്ന് അറിയില്ലെന്നേ ഉള്ളൂ. ഈ ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല പരിശ്രമങ്ങളും നടന്നുണ്ടെങ്കിലും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഫോഴ്സ്, അതിന് ആ ഫോഴ്സ് എന്താണെന്ന് ഉണ്ട്, പക്ഷെ അതെന്താണെന്ന് അറിയത്തില്ല. അപ്പം ദൈവമില്ലെന്നോ പറയുന്നവർ പോലും ഈ ശക്തി, പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്ന വെളിപ്പാടിനെ നിഷേധിക്കുന്നില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. ബൈബിളിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തു പറയാൻ. സർവശക്തനായ ഒരു ദൈവമുണ്ട്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് പറയാൻ അവൻ്റെ ഈ പ്രവൃത്തികൾ മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ചുറ്റും കാണുന്ന പ്രവൃത്തികൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് നിങ്ങളെ തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ കണ്ണും മൂക്കും നോക്കുമ്പോൾ ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ പുറകിൽ ഒരു അത്ഭുതകരമായ ഒരു എൻജിനീയറിംഗ് ഉണ്ട്,
ഒരു ഒരു മാനുഫാക്ചറിങ് ഉണ്ട്, ഒരു ഡിസൈനിങ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. അപ്പം നിങ്ങളുടെ കടഭാരങ്ങൾ മാറുമോ? മാറും. കാരണം എന്താ? നിങ്ങൾ വിളിക്കുന്ന ദൈവം ശക്തനാണ്. അപ്പൊ നിങ്ങളുടെ രോഗങ്ങൾ മാറും. എന്തുകൊണ്ട് മാറും? നിങ്ങൾ വിളിക്കുന്ന ദൈവം ശക്തനാണ്. നിങ്ങളുടെ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുമോ? വിസ കിട്ടുമോ? കിട്ടും. കാരണം എന്താ? അപ്പൊ നമ്മുടെ വിശ്വാസം എന്തിൽ ആധാരിതമാണ്? ദൈവത്തിന്റെ ശക്തിയിൽ ആധാരിതമാണ്. ആരുടെയൊക്കെ വിശ്വാസം ദൈവത്തിന്റെ ശക്തിയിൽ ആധാരിതമാണ്? നമ്മുടെ വിശ്വാസം, ഹിന്ദുക്കളുടെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം, കത്തോലിക്കരുടെ വിശ്വാസം, എല്ലാവരുടെയും വിശ്വാസം എന്തിൽ ആധാരിതമാണ്? ദൈവത്തിന്റെ. അപ്പോൾ ഇത് ബൈബിൾ ഇല്ലാതെ തന്നെ നമുക്ക് ദൈവം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സമ്മതിച്ചോ? ഈ രണ്ടാമത്തെ കാര്യം, അവന്റെ ദിവ്യത്വം. അതായത് ദൈവത്തിന് ഒരു നല്ല സ്വഭാവമാണുള്ളത്. ആർക്കൊക്കെ അറിയാത്? ഈ ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവനെ കോടതി വെറുതെ വിട്ടാലും ദൈവം അവനെ വെറുതെ വിടില്ല. കേട്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? ദൈവം ഒരാളുണ്ട്, അവൻ ഇതെല്ലാം മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട്. നീ വൃത്തികേട് കാണിച്ചാൽ നിന്നെ മനുഷ്യർ കണ്ടില്ലെങ്കിലും ദൈവം പിടിക്കും. കോപ്പി അടിച്ചാൽ പറയും, മോനെ കോപ്പി അടിച്ചാൽ മുകളിൽ ഇരുന്നിടത്തും കാണുന്നുണ്ട്, നീ നല്ല മാർക്ക് ഇപ്പം മേടിച്ചാലും നിന്നെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതിനെ നമ്മൾ മനസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വെളിപ്പാട് മനസാക്ഷിക്കകത്തല്ല വരുന്നത്, അത് പ്രവൃത്തികളാൽ പ്രപഞ്ചത്തിലാണ് വെളിപ്പെടുന്നത്. ആകാശവിധാനം അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. അത് നമ്മൾ അവൻ്റെ പ്രവൃത്തികളിലൂടെ കാണുന്നത്. എന്നാൽ ദൈവം നല്ലവനാണെന്നുള്ള വെളിപ്പാട് എവിടെയാണ് വരുന്നത്? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അടി കിട്ടും എന്നുള്ള വെളിപ്പാട് എവിടെ നിന്നാണ് വരുന്നത്? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ മോക്ഷം കിട്ടില്ല എന്ന വെളിപ്പാട് എവിടെ നിന്നാണ് വരുന്നത്? മനസാക്ഷിക്കകത്തു നിന്നാണ് വരുന്നത്. അപ്പൊ ദൈവം എവിടെയെല്ലാം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്? ഒന്ന് പ്രകൃതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മറ്റൊന്ന് മനുഷ്യന്റെ മനസാക്ഷിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ രണ്ട് സ്വഭാവങ്ങൾ പ്രവൃത്തികളാൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കാരണം നോക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള വെളിപ്പാട് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് ഒരു വിശ്വസ്തമായ ജീവിതം, ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഈ രണ്ട് വെളിപ്പാടല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇന്ന് പെന്തക്കോസ്റ്റ് ചർച്ചുകളിൽ പ്രസംഗിക്കുന്ന എല്ലാ പ്രസംഗങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. എന്താന്ന് പറയാമോ? ആ പ്രസംഗം തീരാറാവുമ്പം എല്ലാവരും കൂടെ കൈയടിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് ഫിനിഷ് ചെയ്യുന്ന ആ ഫിനിഷിംഗ് ലൈനിലേക്ക് ഈ പ്രസംഗം ചെല്ലുമ്പോൾ നിങ്ങളിതൊന്നും പ്രതീക്ഷിക്കേണ്ട, അതൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. നിങ്ങളങ്ങനെ സന്തോഷിപ്പിച്ച് വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവസാനമായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുമ്പം പറയുന്ന വിവരം എന്താണെന്നറിയോ? ഒറ്റ മെസ്സേജേ ഉള്ളൂ, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. കേട്ടിട്ടുണ്ടോ ഇത്? അപ്പൊ എന്തിനാ ഉദ്ഘോഷിക്കുന്നത്? നമ്മളെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വിശ്വാസം മതി? കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടിരുന്ന ദൈവം, ഞാൻ ഉണ്ടാക്കുന്ന അധ്വാന ഫലം എന്നെ കൊണ്ട് തന്നെ തീറ്റിക്കുന്ന ദൈവം. മനസ്സിലായോ? അപ്പം മറ്റുള്ള മനുഷ്യർക്ക് ലഭിച്ചതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ദൈവത്തിൻ്റെ പേരല്ലാതെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ആയിരുന്നു അപ്പോൾ പെന്തക്കോസ്തുകാർ നേരത്തെ? അല്ല. ഈ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ വന്ന് വിശ്വാസത്തെ മുഴുവൻ ലോക സംബന്ധമായ ഉപജീവന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ നമ്മൾ നാട് കടത്തിയെങ്കിലും ഈ ഉപജീവന ചിന്തകൾക്ക് വേണ്ടിയുള്ള വിശ്വാസം അത് നമ്മുടെ ഹൃദയത്തിൽ ഉറച്ചുപോയി. അതിനെ നാട് കടത്താൻ പറ്റുന്നില്ല. മനസ്സിലായോ? പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ നമ്മൾ ഓടിച്ചിട്ടുണ്ട് ഒരുവിധം. അപ്പോൾ അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി അവരിലുള്ള വിശ്വാസം പോയി. അപ്പോൾ അവർ പതുക്കെ ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നുണ്ടെങ്കിലും അതൊരു വലിയ അടിയായിരുന്നു. ഓക്കെ. പക്ഷേ പ്രോസ്പെരിറ്റി തിയോളജിക്കാരെ നമ്മൾ പറഞ്ഞു വിട്ടെങ്കിലും ഈ പ്രാർത്ഥനകൾ മുഴുവൻ നമ്മുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണ്.
അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ശക്തി എന്ന ആഘോഷമാണ്. അതായത് ശക്തനായൊരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ ഉള്ള ദൈവം ഈ ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും ശക്തനാണ്. അതുകൊണ്ട് കുത്തിയിരുന്ന് പഠിച്ച ആ കുട്ടിയേക്കാളും ഒന്നും പഠിക്കാതെ ഉഴപ്പി നടന്ന എൻ്റെ മകനെ 1ാം റാങ്ക് മേടിപ്പിച്ച് കൊടുക്കാൻ ശക്തിയുള്ള ദൈവം. നീതിയാണോ അത്? ആണോ? നല്ലപോലെ രാത്രിയും പകലും എല്ലാം ഇരുന്ന് പഠിച്ച കൊച്ചിനെ തോപ്പിച്ചിട്ട് അല്ലെ 2ാം സ്ഥാനത്താക്കിയിട്ട് ഒന്നും പഠിക്കാതെ ഉഴപ്പി തിരിഞ്ഞടന്നയാൾ ഫേവറേറ്റിസം കാണിച്ച്, ടീച്ചർമാരും വല്ല ഫേവറേറ്റിസം കാണിക്കുമായിരിക്കും. ഈ പഠിക്കാത്ത പിള്ളേർക്ക് ദൈവം എന്തെങ്കിലും ഫേവറേറ്റിസം കാണിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അർഹതയുള്ളവരെല്ലാം മാറ്റി നിർത്തിയിട്ട് ഇതിനിടയിലൂടെ ഒരർഹതയില്ലാത്തവരെ നുഴഞ്ഞു കയറ്റിപ്പിക്കുന്ന ആ ഒരു തന്ത്രം ദൈവം സ്വർഗത്തിരുന്ന് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ ദൈവം മാറിപ്പോയി. ദൈവം അങ്ങനെ ചെയ്തില്ല. ഒരുപക്ഷെ നമുക്ക് ആരോഗ്യം തരും, നമ്മളെ സഹായിക്കും, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കും, അധ്വാനിപ്പിക്കാൻ സഹായിക്കും, മാർക്ക് പോകാതെയൊക്കെ തരുമായിരിക്കും. പക്ഷെ മറ്റൊരാൾക്ക് കിട്ടേണ്ട അവസരത്തിൽ നമ്മളെ കടത്തി വിടുവൊന്നുമില്ല ദൈവം വഞ്ചനയോടുകൂടി. ഓക്കെ, ആ കാര്യം നമ്മൾ കൂടുതൽ അപഗ്രഥിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഈ 2 സ്വഭാവങ്ങൾ ഒഴിച്ച് ബാക്കി ഒന്നിനെക്കുറിച്ചും നമുക്ക് ചോദ്യം ചോദിച്ചാൽ അറിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ല. ആകെ പ്രയോജനമുള്ള 2 കാര്യങ്ങൾ എന്താ? മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോവും, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നരകത്തിൽ പോവും. ഓക്കെ, ഈ മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. ഇപ്പം എങ്ങനെയാണോ വേദപുസ്തകത്തിൽ ഉപദേശങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ ആദ്യം വന്നപ്പോൾ സംസാരിച്ച ഒരു വിഷയം തന്നെയാണെങ്കിലും നിങ്ങളിൽ പലരും ഓർക്കുന്നില്ലായിരിക്കുമായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ലവരായി, അത് മര്യാദയ്ക്ക് ജീവിച്ച് നല്ലവരായി സ്വർഗത്തിൽ പോകാൻ പരിശ്രമിക്കുന്നവരാണ് പെന്തക്കോസ്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഒരിക്കലും സ്വർഗത്തിൽ പോകുമെന്നുള്ളൊരു ഉറപ്പ് ഈ പ്രവൃത്തികളെ ലഭിക്കില്ല. മനസ്സിലായോ? സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? ഇനി ഞാൻ ഉറപ്പുള്ളവരുടെ ഉറപ്പ് ഞാൻ എടുത്തു കളയാം. ആദ്യം നമ്മൾ ബൈബിൾ വായിച്ചു തുടങ്ങുകയാണേ. ഏതായാലും ഉൽപ്പത്തി പുസ്തകം വായിച്ചു തുടങ്ങിയാൽ നമ്മൾ എങ്ങും എത്തില്ല. അതിനുമുമ്പ് കർത്താവ് വരും. അപ്പം പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് പുതിയ നിയമം വായിക്കാം. പുതിയ നിയമം മത്തായിയിൽ തുടങ്ങി കഴിയുമ്പോൾ 2 പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണുള്ളത്. ഒന്ന്, ഇത് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ കുറേ ആൾക്കാരുടെ പേരുകളാണ്. അപ്പം തന്നെ നമ്മൾ മടുക്കും. അപ്പം നമ്മൾ ഈ ബൈബിൾ ആർക്കെങ്കിലും പുതുതായിട്ട് കൊടുക്കുമ്പോൾ പറയും, ഈ പേരുകൾ തൊട്ട് വായിക്കേണ്ട, 19ാമത്തെ വാക്യം തൊട്ട് 18ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലൂക്കോസിൻ്റെ വായിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കും. കാരണം ഇത് മടുത്തു പോകും ആദ്യം വായിക്കുമ്പോൾ. അതാണ് ഒന്നാമത്തെ തടസ്സം. ഇനി 2ാമത്തെ തടസ്സം എന്താണെന്നറിയോ? മത്തായിയുടെ സുവിശേഷം 5ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ഗിരിപ്രഭാഷണം ആരംഭിക്കും. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിക്കുന്ന ഒരാൾ പോലും ഈ ഭൂമിയിൽ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. പാസ്റ്റർ പുറകിലും ചിരിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ കൽപ്പനയാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷം 5, 6, 7, മത്തായിയുടെ സുവിശേഷം 10, മത്തായിയുടെ സുവിശേഷം 13, ഇങ്ങനെ എവിടെയെല്ലാം കർത്താവ് എന്തെല്ലാം ഉപദേശിച്ചിട്ടുണ്ടോ അതിലൊരു കാര്യം പോലും അനുസരിക്കുന്ന ആരുമില്ല ലോകത്തൊരിടത്തും. ഞെട്ടിയോ? കണ്ണ് ചൂടുന്നെടുത്ത് എറിഞ്ഞ് കളഞ്ഞാരുമില്ല, കൈവെട്ടി കളഞ്ഞാരുമില്ല, അല്ലേ? സഹോദരൻ ഷർട്ട് എടുക്കാൻ നോക്കിയപ്പം ഉടുപ്പും കൂടെ കൊടുത്താൽ എന്താ ഉള്ള വസ്ത്രം എല്ലാം എടുത്തു കൊടുത്ത ആരുമില്ല. പിന്നെ പ്രസംഗിക്കാൻ പോയപ്പം ചെരുപ്പെടുക്കാത്ത, ബാഗ് എടുക്കാത്ത, പേഴ്സ് എടുക്കാത്ത ആരുമില്ല. വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ സ്വന്തക്കാരെയും ബന്ധക്കാരെയും വിളിക്കാതെ, തിരിച്ചൊരു ചായ മേടിച്ചു തരാൻ വകുപ്പുള്ളവനെ വിളിക്കാതെ, നന്ദി പറയാൻ പോലും പറ്റുന്നവനെ വിളിക്കാതെ, റോഡിലിരിക്കുന്ന കുരുടരെയും മുടന്തരെയും കുഷ്ഠരോഗികളെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? അവർ നന്ദി പറയല, പക്ഷെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കോളൂ. അപ്പം അങ്ങനെയുള്ളവരെ വിളിച്ചോ? അങ്ങനെ വിളിച്ചവർ ആരുമില്ല. നിങ്ങളുടെ സ്വത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, കൈവക്കിക്ക്, ആരുമില്ല. ഗിരിപ്രഭാഷണത്തെക്കുറിച്ച്
ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ഗിരിപ്രഭാഷണത്തിൽ നിന്നൊന്നും പ്രസംഗിക്കുന്നില്ല. ദാനിയേലിനെ കുറിച്ച് പറയാം, ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. ദാവീദിനെ കുറിച്ച് പറയാം, ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. എബ്രഹാമിനെ കുറിച്ച് പറയാം, ഒരു ചോദ്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ പുതിയ നിയമത്തിലേക്ക്, നിങ്ങൾക്കറിയാമോ, ഈ പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, 7-ാം അധ്യായം തീരുമ്പോൾ കർത്താവ് എന്താ പറയുന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടില്ലെങ്കിൽ, 7-ാം അധ്യായം തീരുമ്പോൾ കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് പറഞ്ഞ് ചുമ്മാ പറഞ്ഞതല്ല, ഇത് ചെയ്തവൻ മാത്രമേ എവിടെ ചൊല്ലുള്ളൂ? സ്വർഗത്തിൽ ചൊല്ലുള്ളൂ. നമ്മൾ ആരും ഇത് ചെയ്യുന്നുമില്ല. ചെയ്യുന്നില്ല എന്നുള്ളത് പോട്ടെ, ചെയ്യണമെന്ന് തോന്നുന്നു പോലും ഇല്ല. ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഒന്നും തോന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയോ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, പ്രത്യേകിച്ച് മറ്റ് ജാതിക്കാരെ കാണുമ്പോൾ, മറ്റ് മതക്കാരെ കാണുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, കൽപ്പന അനുസരിക്കാൻ നടക്കുന്നവർ, നമ്മൾ അനുസരിച്ചവർ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കില്ലേ? അതെന്തനുസരിച്ചിട്ടാ ഫീലിംഗ് ഉണ്ടായത്? എന്തനുസരിച്ച്? ഇതാ പരീശന്മാരുടെ കുഴപ്പം. ഇതായിരുന്നു, പരീശന്മാർ എന്തൊക്കെയോ അനുസരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നുമായിരുന്നു, പക്ഷെ ഒന്നും അനുസരിക്കുന്നില്ലായിരുന്നു. അത് കർത്താവ് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇവരൊന്നും അനുസരിക്കുന്നില്ല. ഇവര് ചെറിയ ചെറിയ കാര്യങ്ങൾ, ചതുകുപ്പ്, ജീരകം, ഇതിനകത്തൊക്കെ ദശാംശം കൊടുക്കുന്ന നേരത്തെ കൃത്യമായിരുന്നെങ്കിലും അതിൽ ഘനമേറിയത് അനുസരിക്കാൻ അവരെ കൊണ്ട് കപ്പാസിറ്റി ഇല്ലായിരുന്നു. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ അനുസരിക്കുന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയിലേക്ക് പോലും നോക്കുന്നു പോലുമില്ല. എൻ്റെ വിഷമം നോക്കുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ നീതിമാന്മാരാണെന്നൊരു തോന്നല് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കൽപ്പനകൾ അനുസരിക്കുന്നവരാണെന്നുള്ള ഗമയിലാണ് നമ്മൾ നടക്കുന്നത്, ഒരു വഹ അനുസരിക്കുന്നില്ലെങ്കിലും. സമ്മതിച്ചോ? ശരിക്കും നിങ്ങളുടെ വിശ്വാസം ഞാൻ പറിച്ചു ദൂരെ കളയാൻ പോവാം കുറച്ചു നേരത്തേക്ക്. കാരണം നമുക്കൊന്ന് പണിയാൻ പറ്റുമോ നോക്കാൻ വേണ്ടി. ആദ്യം ഇടിച്ച് കളഞ്ഞിട്ടല്ലേ, നമുക്ക് പഴയത് ഇടിച്ച് കളഞ്ഞാലേ പുതിയത് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നന്നായിട്ട് ജീവിച്ചിട്ടൊന്നും ഒരുത്തിനും സ്വർഗത്തിൽ പോകാൻ പറ്റിയല്ല. ഇപ്പൊ കൃപക്കാർ വന്ന് പറഞ്ഞു, ജീവിക്കൊന്നും വേണ്ട, ചുമ്മാ നടന്നാലും കർത്താവ് എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോക്കുള്ളൂ. ഹോ, എന്തൊരാശ്വാസം. അപ്പൊ കുറെ പേര് ആ വഴിക്ക് പോയി. ഇന്ന് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കള്ളം പറഞ്ഞാലോ എന്നൊരു പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഇങ്ങനെ ചോദിക്കാമെന്ന് വിചാരിച്ചോ, ഇന്ന് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് 100%, 100 out of 100 ഉറപ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പില്ലാത്തവരായിരിക്കും ഇവിടെ കൂടുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദുർമനസാക്ഷിയാണ് അതിന് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഉറപ്പ് നഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ ഉറപ്പ് നഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പം അതിനൊരു തെളിവും കൂടെ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞാലും പെന്തക്കോസ്ത് സമൂഹത്തിൽ നാം ഉറപ്പ് പോയി എന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറയാം. ഓക്കെ, പണ്ട് കാലത്ത് നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പം ട്രാക്ട് അടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ട്രാക്ട് അടിക്കുന്നത്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഓർമ്മയുണ്ടോ അത്? ആ ട്രാക്റ്റുകൾ, പഴയ കാലത്തെ ട്രാക്ട് എന്താ പറയുന്നത്? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത. ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനത്തെ ട്രാക്റ്റും ചുമന്നുകൊണ്ട് നടന്നതും കൊടുത്തതും ബൈബിൾ കോളേജ് പഠിക്കുന്ന കാലത്ത്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുക, ഇന്ന് നീ കർത്താവിനെ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. പക്ഷെ ഈ ട്രാക്ട് ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിലോട്ട് കൊണ്ട് കൊടുത്തു നോക്കി, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ ഉപദേശം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി. ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു 25 വർഷം മുമ്പ് എഴുതുന്ന പാട്ടുകൾ, 25 ഒരു 30 വർഷം മുമ്പ് എഴുതുന്ന പാട്ടുകൾ മുഴുവൻ പ്രത്യാശയെക്കുറിച്ചുള്ളതായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്ന കാലത്ത് ഒരു വലിയ പ്രത്യാശയുടെ കാലമായിരുന്നു 1994 ആ കാലഘട്ടം. അന്ന് എവിടെ ചെന്നാലും കൺവെൻഷൻ പ്രസംഗമായാലും കർത്താവ് വരാൻ പോകുന്നു. ഓർമ്മയുണ്ടോ കാലം? ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ, ഇതൊക്കെയാ കൺവെൻഷന്റെ സ്റ്റാൻഡേർഡ് മെസ്സേജസ്.
യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഓർമ്മയുണ്ടോ? ആ കാലഘട്ടം അധികം ആയിട്ടില്ല അത് പോയിട്ട്. അപ്പം വഴികളിലെല്ലാം നിന്ന് പ്രസംഗിക്കുന്ന കർത്താവ് വരാറായി, ഇതാ വരുമ്പോ നമ്മൾ പോകുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് കാലത്ത് എഴുതുന്ന പാട്ടുകൾ, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, പിന്നെ മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോ വരും, ഇതെല്ലാം ചർച്ചിൽ പാടുന്ന പാട്ടല്ല, ഈ കാസറ്റ് ഷോപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന പാട്ടാ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ചർച്ചിൽ പാടുന്ന ആരാധനാ ഗീതങ്ങളായാലും എന്തായാലും അതിന്റെ അവസാനത്തെ ഒരു സ്റ്റാൻസ് എന്തായാലും പ്രത്യാശയായിരിക്കും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ. അതിന്റെ അവസാനം എന്താ? കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥ നിന്നുടെ വരവിനായി. കണ്ടോ, പ്രത്യാശയാ. ഇന്നാകെ നമ്മൾ പ്രത്യാശയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? പാസ്റ്റർ അവസാനം ആമേൻ കർത്താവ് യേശുവേ എന്ന് പറയുമ്പോഴേക്കും നമ്മളെല്ലാവരും കൂടെ വേഗം മരണേ എന്ന് പറയും. ആരെ കൊണ്ടുപോവാനാ? ആരെ കൊണ്ടുപോവാനാ? നിങ്ങൾ പോകുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്ന മോശമല്ലേ? ആമേൻ കർത്താവായ യേശുവെ വേഗം മരണേന്ന് കർത്താവ് കേട്ടെങ്ങാനും വന്ന പോവോ? പോയില്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നമ്മൾ നരകത്തിൽ കിടക്കും. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്, എങ്ങനെ സമാധാനമായിട്ട് ഈ ഉറപ്പില്ലാതെ കിടന്നുറങ്ങുമെന്ന്. ഒരു കൂർക്കമ്പലി കഴിഞ്ഞ് അടുത്ത കൂർക്കത്തിന് നമ്മളില്ലെങ്കിൽ, സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ലെങ്കിൽ എങ്ങനെ കണ്ണടച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു കുഴപ്പമില്ലല്ലേ, കിടക്കുന്നതിനും ഉറക്കം വരുന്നുണ്ടല്ലേ? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതായത് കർത്താവ് ഏത് സമയത്ത് വരുമെന്നും വന്ന എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഗൗരവമായി എടുക്കാത്തതുകൊണ്ട് നമുക്ക് സമാധാനം ഉറങ്ങാൻ പറ്റുന്നത്. ഒരു നിമിഷം അത് ഗൗരവത്തോടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉറക്കം അതോടെ പോകും. ഓക്കെ, ഇനി നമ്മുടെ ഇടയിൽ ഇന്ന് പരന്നിരിക്കുന്ന ആ വിശ്വാസം, അതെന്ത് വിശ്വാസമാണ്? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിത്തരും, ദൈവം നടത്തിത്തരും. അപ്പം സ്വർഗമായിട്ട് ബന്ധമൊന്നുമില്ല, കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചുള്ള വിശ്വാസം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇത് നടക്കാനൊന്നും പോകുന്നില്ല. ഈ കാര്യങ്ങൾ മിക്കതും നടക്കാനൊന്നും പോകുന്നില്ല, ചുമ്മാ അടിച്ചു വിടുന്നത്. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം നമ്മെ ക്ഷേമമായി നടത്തിയ കർത്താവ് വലിയ കാര്യമൊന്നുമല്ല. എന്തുകൊണ്ടല്ലെന്നറിയോ? നമ്മളെക്കാൾ ക്ഷേമമായിട്ടാണ് കർത്താവ് അംബാനിയെ നടത്തിയത്. നമ്മളെക്കാൾ ക്ഷേമമായിട്ടാണ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പിള്ളേരുടെ ഹൃദയത്തിൽ നിന്നെല്ലാം വിശ്വാസം എടുത്തു മാറ്റപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? ചെറുപ്പത്തിലെ ഒരു എക്സാമ്പിളാണ്. നല്ലൊരു വിശ്വാസ കുടുംബത്തെ നിങ്ങൾ മനസ്സിൽ കരുതിക്കേ. കൊച്ചുകുട്ടി ചോദിക്കുകയാണ്, അപ്പ എനിക്കൊരു പെൻസിൽ വാങ്ങിച്ചു തരാമോ? അപ്പം അപ്പം വിചാരിക്കുന്നു, ഇത് ഇവളെ അല്ലെ ഇവനെ വിശ്വാസം പഠിപ്പിക്കാനുള്ളൊരു ടൈമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, മോനെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് യേശുപ്പച്ച പെൻസിൽ കൊണ്ടുപോയി തരും. പാവം കൊച്ച് രാത്രി പ്രാർത്ഥിക്കുക, യേശുപ്പച്ച പെൻസിൽ കൊണ്ടുപോയി തരണേ. ഇപ്പോൾ രാവിലെ അപ്പൻ തന്നെ പെൻസിൽ കൊണ്ടുപോയി മേശപ്പുറത്ത് വയ്ക്കും. കണ്ണ് തുറക്കുമ്പോൾ പെൻസിലിരിക്കുന്നു. അപ്പോൾ ഈ കൊച്ചിനൊരു കാര്യം മനസ്സിലാവും, യേശുപ്പച്ചൻ എന്ത് ചെയ്യും? പെൻസിൽ ചോദിച്ചാൽ പെൻസിൽ തരും. എങ്ങനെയുണ്ട് വിശ്വാസം പഠിപ്പിച്ചത്? സൂപ്പർ അല്ലേ? കുറച്ചും കൂടെ പ്രായമാകുമ്പം ഈ കൊച്ച് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയി പ്രാർത്ഥിക്കും, കർത്താവ് യേശുപ്പച്ച എനിക്ക് ഏറ്റവും നല്ല മാർക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കും. റിസൾട്ട് വരുമ്പം പ്രാർത്ഥിക്കാത്ത പിള്ളേർക്ക് ഇവരെക്കാൾ കൂടുതൽ മാർക്ക്. പ്രാർത്ഥിക്കാത്ത ബിസിനസ്സുകാർക്ക് കടമില്ല, അവർ ഭയങ്കര മേൽഗതി കലിച്ചു പോകും. പ്രാർത്ഥിക്കാത്ത ഈ പിള്ളേർ നോക്കി കഴിയുമ്പം പ്രാർത്ഥിക്കാത്ത വീടുകളിലെ പിള്ളേർ സമാധാനമായിട്ട് വരുന്നു, പോകുന്നു, സന്തോഷിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെ അപ്പനും അമ്മയും കൂടെ എന്നും ഗുസ്തി ഇടിയുമാണ്. ഇവർക്ക് പതുക്കെ ഒരു കാര്യം മനസ്സിലാവും, ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. ആഭരണവും മൂരി ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ കൂട്ടുപോലും കൂടാൻ പറ്റാതെ നിസ്സഹായരായിട്ട് ഞങ്ങളിങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതും കൊണ്ടൊന്നും ഒരു പണിയും നടക്കുന്നില്ല. ജോലി കിട്ടാൻ ഇൻ്റർവ്യൂവിന് പോയാലും പ്രാർത്ഥിക്കാത്തവൻ ജോലിയായിട്ട് പോകുന്നു, പ്രാർത്ഥിച്ചവനൊന്നും കിട്ടുന്നില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിൽ അവരത് പറയുമായിരിക്കാം. പക്ഷെ ഒരിക്കലും വന്ന് അപ്പനും അമ്മയോടും പറയല്ലേ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. അപ്പോഴേ പറയും, നീയൊക്കെ ഇങ്ങനെ നടന്നോടാ എന്ന് പറഞ്ഞ് ഇവർ ചൂടാവുന്നുള്ള കാര്യം ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവരോട് പോലും പറയില്ലെങ്കിലും ഇവരുടെ ഉള്ളിൽ വിശ്വാസം തണുത്ത് ഇല്ലാതായി പോകും. കുറെ കഴിയുമ്പം പ്രാർത്ഥിക്കുന്നതിലുള്ള താല്പര്യവും പോകും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നേരത്തെ പെൻസിൽ കിട്ടിയതുപോലെ കർത്താവ് എല്ലാ സാധനവും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നെങ്കിൽ ഇവരുടെ വിശ്വാസം പോകുമായിരുന്നോ? പോകില്ലായിരുന്നു.
അവരെല്ലാത്തിനും പ്രാർത്ഥിച്ചേനെ. പഠിക്കത്തേ ഇല്ലായിരുന്നു അല്ലേ, പഠിക്കത്തേ ഇല്ലായിരുന്നു. പരീക്ഷയുടെ തലേദിവസം പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പരീക്ഷയ്ക്ക് പാസ്സാക്കി തരുന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പാസ്സായി. കാരണം കർത്താവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഇത്തിരി വെള്ളം കൂടെ കുടിക്കട്ടെ. അപ്പൊ ഈ വിശ്വാസം വ്യാജമാണെന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്ത വർഷം നിങ്ങൾക്കൊരു അനുഗ്രഹം വരുന്നു എന്ന് പറയുന്ന പ്രസംഗങ്ങൾ ഈ വർഷം കർത്താവ് വന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാ? മാത്രമല്ല, യഥാർത്ഥ വിശ്വാസിക്ക് അടുത്ത വർഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേലും കുഴപ്പമില്ലാത്തവരാണ്. കാരണം നാളേക്കായി ആശങ്കപ്പെട്ടുകൊള്ളും. കാരണം നാളെയെക്കുറിച്ചുള്ള ഭാരം ഇന്നേ നമുക്ക് ആവശ്യമില്ല, ഇന്നത്തേക്കുള്ളത് മാത്രം നമുക്ക് മതി. എത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പോൾ ഈ വിശ്വാസങ്ങളൊന്നുമല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ദിസ് ഈസ് നോട്ട് വാട്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം എന്താണ്, ക്രിസ്തീയ ഉപദേശം എന്ന് ഓരോ സഭകളിലും പഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഉപദേശം അറിയാൻ വയ്യാത്തത് കൊണ്ട് മറ്റു മതങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു രൂപം മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അവർ കാര്യം സാധിക്കാൻ വേണ്ടി വ്രതം എടുക്കുന്നു, വേളാങ്കണ്ണിക്ക് പോകുന്നു. നമ്മൾ കാര്യം സാധിക്കാൻ വേണ്ടി ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന 24 മണിക്കൂർ ചെയിൻ പ്രയർ നടത്തുന്നുള്ളതല്ലാതെ മനസ്സൊന്നു തന്നെയാണ്, ആഗ്രഹങ്ങൾ ഒന്ന് തന്നെയാണ്, വിശ്വാസത്തിൻ്റെ കണ്ടന്റ് ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുക. ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പം അവിടെ ഇതൊരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഇന്ന് വന്നത് ഭയങ്കര അനുഗ്രഹമായി പോയി. ഞാൻ പറഞ്ഞു, എന്താ കാര്യം? അങ്ങനെ പറഞ്ഞ്, പാസ്റ്ററെ പ്രസംഗിക്കാനുള്ള വിഷയങ്ങളെല്ലാം തീർന്ന് എന്ത് പ്രസംഗിക്കണമെന്ന് അറിയാതെ ഇരിക്കുമായിരുന്നു. ആ പാസ്റ്റർ പറയാം, അതിങ്ങനെ പാസ്റ്റർമാർക്ക് വിഷയങ്ങൾ തീരുമോ? ഒരിക്കലും തീരെയല്ല. നിങ്ങളിവിടെ പാസ്റ്റർമാർ പലരുണ്ട്, അവരോട് ചോദിച്ചാൽ മനസ്സിലാവും, ഈ വിഷയങ്ങളൊന്നും ഒരിക്കലും തീരാൻ പോകുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഗോൾ അടിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അഡ്രസ്സ് ചെയ്യാനുണ്ടാവും ഒരു സഭയിൽ. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും സ്റ്റേജിൽ കയറിയത് പറഞ്ഞു. അപ്പോൾ പ്രസംഗം ഒരിക്കലും തീർന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രസംഗം തീർന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു മെസ്സേജേ ഉള്ളൂ, ആകെ ഒരു മെസ്സേജേ ഉള്ളൂ. അതെങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാബേലിൻ്റെ കഥ പറഞ്ഞാലും ദാവീദിൻ്റെ കഥ പറഞ്ഞാലും ദാനിയേലിൻ്റെ കഥ പറഞ്ഞാലും യേശുക്രിസ്തുവിൻ്റെ മാത്രം പറ്റിയില്ല, യോഹന്നാൻ്റെ കഥ പറഞ്ഞാലും പത്രോസിൻ്റെ കഥ പറഞ്ഞാലും ശീലാസും പത്രോസും ഒന്നിച്ച് പറഞ്ഞാലും എല്ലാം വിടുവിക്കുന്നവനായ ദൈവം. ദാനിയേലിൻ്റെ ആണെങ്കിൽ സിംഹക്കുഴി, 3 പിള്ളേരുടെ ആണെങ്കിൽ അഗ്നി, ഏലിയാവാണെങ്കിൽ പട്ടിണി. എന്തായാലും ദൈവം വിടുവിക്കും. അതുമാത്രമാണ് ആ ചർച്ചിൽ ഒരു 3-4 വർഷമായിട്ട് കേട്ടിട്ടുള്ളൂ. ഇത് കേൾക്കാൻ എന്തിനാ നിങ്ങൾക്കറിയാൻ മേലെ ഇതൊക്കെ നടക്കുമെന്ന് അല്ലേ? ദൈവം എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ ബൈബിൾ പോലും ആവശ്യമില്ല. കാരണം അത് ജനറൽ റെവലേഷനാണ്, പൊതു വെളിപ്പാട്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന വെളിപ്പാടാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. എനിക്കറിയാം, ബ്രസീലിൽ ഒരു ഡോക്ടർ, അതിന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ അവരുടെ, ഇത് മാതൃഭൂമിയിൽ വന്ന വാർത്തയാണേ. അപ്പോൾ അവിടുത്തെ ഒരു മലയാളി നേഴ്സ് ഈ ഡോക്ടറോട് പറഞ്ഞു, ശബരിമല ശാസ്താവിന് ഒരു നേർച്ച കഴിച്ചാൽ നിങ്ങളുടെ ക്യാൻസർ മാറുമെന്ന് പറഞ്ഞു. ഇയാൾ നേർച്ച കഴിച്ചാൽ ക്യാൻസർ മാറി. പുള്ളി ഇരുമുടി കെട്ടുമായിട്ട് ബ്രസീലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു 4 വർഷം മുമ്പ് ഇവിടെ ശബരിമലയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ വിശ്വാസം, സായിബാബയുടെ അടുത്ത് പോയി രോഗം മാറിയവർ, അമൃതാനന്ദമായി കെട്ടിപ്പിടിച്ചപ്പോൾ രോഗം മാറിയവർ. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇതെല്ലാം നമ്മൾ പറയുന്നതിന് എന്താ തെറ്റ്? നമ്മൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവം സൗഖ്യം വരുത്തുന്ന ദൈവമാണോ? അതെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഇതല്ല ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്ന സാധനം. അപ്പോൾ എന്താണ് ക്രിസ്തീയ വിശ്വാസം? എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? എങ്ങനെയാണ് സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് ലഭിക്കുന്നത്? ഉറപ്പ് വേണം. ഈ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ പോകും എന്നുള്ളൊരു ഉറപ്പെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചാൽ, ഞാനിവിടെ വന്ന് സംസാരിച്ചത് മുതലായി എന്ന് എനിക്കും സ്വർഗത്തിലും നിങ്ങൾക്കും അനുഭവപ്പെടുമായിരിക്കാം. ഓക്കെ, നമുക്ക് ഈ രക്ഷയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അഷുറൻസസ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ശരിക്കും ബൈബിൾ വായിച്ച് തുടങ്ങേണ്ടത്, പഴയ നിയമം നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ, പഴയ നിയമം നിങ്ങൾ വായിക്കുന്നില്ല,
പുതിയ നിയമം മാത്രമാണ് വായിക്കാൻ നിങ്ങളുടെ മുമ്പിൽ സമയമുള്ളൂ എങ്കിൽ നിങ്ങൾ യോഹന്നാനിൽ നിന്ന് മാത്രമേ വായിച്ചു തുടങ്ങാവുള്ളൂ. അതിൻ്റെ കാരണം മത്തായിയും മർക്കോസും ലൂക്കോസും മനസ്സിലാകണമെങ്കിൽ അതിന് പുറകിലുള്ള ന്യായപ്രമാണത്തിൻ്റെ വാഗ്ദത്തങ്ങളും യഹൂദ മതത്തിൻ്റെ പഠിപ്പിക്കലുകളും മനസ്സിലാകണം. അവരതിൻ്റെ തുടർച്ചയായിട്ടാണ് അത് മൂന്നും എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം യേശുക്രിസ്തു മരിച്ച ശേഷം 60 വർഷങ്ങൾക്ക് ശേഷം യഹൂദന്മാരെങ്ങും ആ നാട്ടിലില്ലാതിരുന്ന സമയത്ത് അവരെല്ലാം തിബരിയസ് കൈസറുടെ കാലത്ത് ആ ദേശത്ത് നോടിച്ച് യെരുശലേമിലെ ടെമ്പിളും അടിച്ചു തകർത്ത് AD 70 അത് മുഴുവൻ കീഴടക്കിയ ശേഷം വർഷങ്ങൾക്ക് ടൈറ്റസ് എന്ന് പറഞ്ഞ രാജാവാണെന്ന് എനിക്ക് തോന്നുന്നു, ചക്രവർത്തി. അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഒരു 25 വർഷം കഴിഞ്ഞ് സാമാന്യ ജനത്തിന് വേണ്ടി എഴുതിയ ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പം അതൊരു തുടക്കമാണ്. അതായത് വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ, അബ്രഹാമിൻ്റെ കഥ ഇല്ലാതെ, മറ്റ് ഇടയിലുള്ള ആളുകളുടെ കഥയൊന്നും ഇല്ലാതെ, ജസ്റ്റ് പ്രപഞ്ചത്തിലുള്ള സകലരും കേൾക്കേണ്ട സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോഴാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെയുള്ള കഠിനമായ ഉപദേശം എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു കഥയുണ്ട് ഈ കഠിനമായ ഉപദേശത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ധനവാനായ മനുഷ്യൻ ഒരു ദിവസം യേശുവിൻ്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നല്ലവനായ ഗുരു, ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കൽപ്പനകളെ എല്ലാം പ്രമാണിക്കുക, അത് മതി. ഓ, വണ്ടർഫുൾ. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ചെറുപ്പം തൊട്ടേ ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് പോരുന്നവനാണ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കൊരു പ്രോബ്ലം ഉണ്ട്. അതൊരു മാങ്ങാപ്പഴം പോലെയാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു മാങ്ങാപ്പഴം തന്നിട്ട്, ഇപ്പം എപ്പോഴാണ് പ്രസംഗം തീരേണ്ട സമയം? 1 മണി. 1 മണിക്ക് ഈ മെസ്സേജ് തീരുന്ന സമയമാകുമ്പോഴേക്കും ഈ മാങ്ങാപ്പഴം മുഴുവൻ തിന്ന് തീർക്കണം എന്ന് ഞാൻ നിങ്ങളോടൊരു കമാൻമെൻറ്റ് തന്നെന്ന് വിചാരിച്ചോ? ഇഷ്ടപ്പെട്ടോ കമാൻമെൻറ്റ്? നല്ല കമാൻമെൻറ്റ്, നല്ല ടേസ്റ്റുള്ള കമാൻമെൻറ്റ് അല്ലേ? അപ്പോൾ പഴയ നിയമത്തിൽ ആൾക്കാർ എഴുതി, ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്ര മനോഹരം അല്ലേ, ആ കൽപ്പനകൾ എത്ര രുചികരം, എത്ര ആസ്വാദ്യകരം. നിങ്ങൾ 119 സങ്കീർത്തനവും മറ്റ് സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദൈവത്തിൻ്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ, 1-ാം അധ്യായത്തിൽ അല്ലേ, ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ അത് ഭയങ്കര രസകരമാണ്, എൻജോയബിൾ ആണ് എന്നാ പറയുന്നത്. മാങ്ങാപ്പഴം അങ്ങനെയാണല്ലോ. 1 മണിയാകുമ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കൽപ്പന അനുസരിച്ചവരെല്ലാം കൈവെക്കും. എത്ര പേര് കൈവെക്കും? സകല മനുഷ്യരും കൈവെക്കും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? ആ മാങ്ങാണ്ടി നിങ്ങളുടെ കയ്യിൽ തന്നെ കാണും. കൽപ്പന എന്തായിരുന്നു? ഇത് മുഴുവൻ തീർക്കുക. നിങ്ങൾ എന്താ ചിന്തിച്ചത്? പറ്റാവുന്നിടത്തോളം തീർക്കുക. അപ്പം തീവ്രവാദിയായ പരീക്ഷന്മാരെന്ത് ചെയ്തു? അതിൻ്റെ തൊലിയും ഞെടുപ്പും എല്ലാം തിന്നു, പറ്റുന്നിടത്തോളം നക്കി തിന്നു, ചെത്തി തിന്നു. പക്ഷെ അവസാനം മാങ്ങാണ്ടി അവിടെ തന്നെ ഇരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ പ്രശ്നം. ഈ പറയുന്ന ആ ധനവാനായ മനുഷ്യൻ മാങ്ങാപ്പഴം മുഴുവൻ ഊറ്റിക്കുടിച്ച് അതിൻ്റെ സകലതും തിന്നു തീർത്ത ഇവൻ്റെ ഈ കയ്യിൽ മാങ്ങാണ്ടി നിങ്ങൾ തിന്നണം എന്നുള്ള കാര്യം ഇവൻ അറിയാൻ മേല. അപ്പം കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, തീർന്നിട്ടില്ല, ഒരു കട്ടിയായ ഭാഗം ഇതിനകത്ത് ഇരിപ്പുണ്ട്, അതും കൂടെ അനുസരിച്ചാലേ നിനക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാണ്, നീ നിന്റെ സ്വത്തെല്ലാം വിറ്റ്, അവിടെയാണ് ഈ മാങ്ങാണ്ടി, സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. ഈ മാങ്ങാണ്ടി നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഓ എൻ്റെ ദൈവമേ, ഞാനത് കുറേ ഫേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും കർത്താവ് സ്വത്ത് വിൽക്കാനായിരിക്കില്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ജഡം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന കാര്യങ്ങൾ കർത്താവ് നമ്മളോട് പറയും. അപ്പോൾ ധനവാനായ മനുഷ്യൻ വിഷമിച്ച് പോയി, നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഇതെന്ത് പണിയാണ് കാണിച്ചത്? ഒരു ധനവാൻ വന്നതാ. സാധാരണഗതി വരുന്ന എല്ലാ മുക്കുവന്മാരും കൈ കാശില്ലാത്തവരുമാണ്. അങ്ങനെ പാവങ്ങളെ വെച്ചുകൊണ്ടൊരു സഭ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒത്തിരി പൈസ ഉള്ളൊരു മനുഷ്യൻ വരുന്നത്. ഇപ്പോൾ പാസ്റ്റർ എന്നിട്ട് പറയാണ്, നിങ്ങളുടെ സ്വത്തെല്ലാം നീ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്തിട്ട് നീ ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പം ഈ കൂടെയുള്ള ശിഷ്യന്മാർ പറയാം, ഒരു പള്ളി പണിയാൻ പോലും പൈസ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഉള്ള ധനവാനെ പറഞ്ഞു വിട്ടാൽ ഇതെങ്ങനെ മുമ്പോട്ട് പോകും? അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരൊട്ടകം സൂചിക്കൂടിലൂടെ കിടക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു സൂചിക്കൂടിലൂടെ ഒട്ടകത്തെ കിടത്താൻ പോയിട്ട് ഒരു നൂല് കിടത്താൻ വേണ്ടി നമ്മൾ പാടുപെടുന്ന പാട്
അല്ലെ? പ്രായമാവും തോറും കണ്ണു പിടിക്കാത്തിടത്തോളം ഈ നൂല് ആ സൂചിക്കുഴയിലൂടെ കയറ്റാൻ പാടാ. ആ സൂചിക്കുഴയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അതിനകത്തോടെ ഒട്ടകം കടന്നു പോകുന്ന ആലോചിച്ച് നോക്കി. ഒട്ടകം പോയിട്ട് ഒരാട് പോലും അതിനകത്ത് കയറുകയല്ലെന്ന് മാത്രമല്ല, ഒരു പേൻ പോലും കയറുകയില്ല. തലയിലുള്ള പേൻ പോലും അതിനകത്തോടെ കയറി പോവില്ല. അപ്പം ശിഷ്യന്മാർ പേടിച്ചുപോയി. ശിഷ്യന്മാർ പറഞ്ഞു, ഇതാണെങ്കിൽ രക്ഷപ്പെടാൻ ആരെ കൊണ്ടെങ്കിലും പറ്റൂ. ഈ ധനവാനായ മനുഷ്യൻ ഒട്ടകത്തെ പോലെ ആയിരിക്കും, പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പാറ്റയെങ്കിലും ആണല്ലോ. പക്ഷെ സൂചിക്കുഴയുടെ കയറി പോവോ? പോവില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യരാൽ അത് അസാധ്യം. അപ്പൊ ഈ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത്, മനുഷ്യരാൽ മാങ്ങാണ്ടി തിന്നുക എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും മാങ്ങാണ്ടി തിന്നുക എന്ന് പറയുന്നത് മനുഷ്യരാൽ അസാധ്യം. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളുടെ കഠിനമായ ഭാഗമാണ് ഈ മത്തായിയുടെ, മർക്കോസിന്റെ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. അത് തിന്നുക അസാധ്യം, അത് തിന്നാൻ പറ്റില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? കർത്താവ് പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ദൈവം നമ്മൾ എന്താ ചെയ്തത്? നിസ്സഹായരാക്കി മാറ്റുക ചെയ്തത്. എന്തിനാ ദൈവം അങ്ങനെ നമ്മളെ നിസ്സഹായരാക്കി മാറ്റിയത്? അതിന് പല കാരണങ്ങളുണ്ട്. അനുസരിക്കാവുന്ന കൽപ്പനകൾ കൊടുത്താൽ ഉള്ള പ്രോബ്ലം എന്താണ്? അനുസരിക്കാവുന്ന കൽപ്പനകൾ കൊടുത്താലുള്ള പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രവൃത്തികളാലാണ്. ഇപ്പം ഒരു 10 പേരെടുത്തിട്ട് ദൈവം തീരുമാനിക്കുകയാണ്, നല്ലപോലെ ജീവിച്ച പ്രവർത്തിച്ച ആൾക്കാരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ അതിന് 1-2 ഉദാഹരണങ്ങൾ പറയാം. ഓക്കെ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്കേ ഒരു നിമിഷം. ഞാൻ ഇത്തിരി മര്യാദക്കാരനായ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് അങ്ങനെ വിചാരിച്ചോ. അപ്പം ഞാൻ വളരെ കൽപ്പനകളെല്ലാം അനുസരിച്ച് നല്ലവനായി ജീവിച്ച് ഞാൻ സ്വർഗത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വേറൊരു മനുഷ്യൻ നരകത്തിലേക്ക് പോവാം. കാരണം അവൻ ഡ്രഗ് അഡിക്റ്റ്, വഴി കിടന്ന് ബഹളം ഉണ്ടാക്കി, കള്ളു കുടിച്ച്, വല്ലവനെ തലക്കിട്ട് കുപ്പി വെച്ച് അടിച്ച്, തോന്നിയ പോലെ റോട്ടിൽ കിടന്ന് അടിയുണ്ടാക്കി നടന്നവൻ നരകത്തിലോട്ട് പോകും. അപ്പൊ പ്രവൃത്തി വെച്ച് നോക്കിയാൽ ന്യായം എന്താ? ആരെയാ വിടേണ്ടത്? സ്വർഗത്തിൽ വിടേണ്ടത് ആരെയാ? എന്നെയല്ലേ? മറ്റോ നരകത്തിൽ പോകേണ്ടതല്ലേ? അവൻ ചെയ്ത വൃത്തികേടുകൾക്ക്, കൊലപാതകങ്ങൾക്ക്, വ്യഭിചാരത്തിന്, മോഷണത്തിന് അവൻ ഉത്തരം പറയാതെ പോകാൻ പാടുണ്ടോ? ന്യായമല്ലേ? പക്ഷെ അവൻ കർത്താവിനോട് പറഞ്ഞ എന്നാന്നറിയോ? എൻ്റെ കർത്താവേ, ഇത് ഭയങ്കര അനീതിയാണ്. കാരണം ചെയ്സിനെ നീ ഒരു വീട്ടിൽ ജനിപ്പിച്ചു, അവനെ പഠിപ്പിച്ചു, നല്ല സ്കൂളിൽ വിട്ടു, ആഹാരം കൊടുത്തു, പഠിപ്പിച്ചു, അടി കൊടുത്തു, ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അവന് നല്ലൊരു സ്വഭാവം ഉണ്ടായി. അവൻ ആ സ്വഭാവം അനുസരിച്ച് മര്യാദക്കാരനെ ജീവിച്ചു അവൻ സ്വർഗത്തിൽ പോകുന്നു. ഞാൻ തെരുവിൽ ജനിച്ചു, എൻ്റെ അപ്പനന്മാർ എന്നെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു, ഡ്രഗ് അഡിക്സിൻ്റെ ഇടയിൽ വളർന്നു, അവരെനിക്ക് ചെറുപ്പത്തിൽ ഡ്രഗ് തന്നു, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് ബുദ്ധി ഉണ്ടായില്ല, ഞാൻ യുദ്ധം ചെയ്ത് ജയിക്കാൻ മാത്രമാണ് പഠിച്ചത്, അങ്ങനെ ഞാൻ വയലൻ്റ് ആയിട്ട് വളർന്നു, എന്നെ ആരും നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല. കർത്താവ്, ഇപ്പം ഞാൻ നരകത്തിൽ പോകുന്നതിനകത്തൊരു വലിയ പ്രോബ്ലം ഉണ്ട്. എന്നെ എന്താണ് ചെയ്സിൻ്റെ വീട്ടിൽ ജനിപ്പിക്കാഞ്ഞത്? എന്നെ അവിടെയും അവനെ ഇവിടെയും ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലും അവൻ നരകത്തിലും പോകില്ലായിരുന്നോ? ഇതെന്ത് ന്യായം എന്ന് കർത്താവിനോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പൊ മനുഷ്യരുടെ ന്യായം അനുസരിച്ച് ആരാ സ്വർഗത്തിൽ പോകാൻ യോഗ്യൻ? ആരാ യോഗ്യൻ? കൽപ്പന അനുസരിക്കുന്നവൻ. പക്ഷെ അത് ദൈവത്തിന്റെ കണ്ണിൽ അത് ന്യായമല്ല. എന്തുകൊണ്ട് ന്യായമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുസരിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെ ആകാൻ, ഞാൻ ഇത്രയും പഠിക്കാൻ, ഞാൻ ഇത്രയും സംഗതികൾ മനസ്സിലാക്കാൻ, നന്മതിന്മകളെ കുറിച്ച് ബോധമുണ്ടാകാൻ, കള്ളം പറയരുത്, കള്ളം പറയുന്ന തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാകുമെങ്കിൽ പോലും അത് അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കാൻ എനിക്ക് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനം ഞാൻ വളർന്നു വന്ന അന്തരീക്ഷമാണ്. അതുപോലെ ചില ആൾക്കാർ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്, ചിലർക്ക് ജന്മന അത്ര ദേഷ്യപ്പെടുന്ന സ്വഭാവം ഇല്ല. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറയാം. ഒരു മനുഷ്യൻ ചെന്ന് 2 പേരെ തല്ലുന്നു. ഒരാളെ തല്ലിയപ്പം അയാൾ തിരിച്ചൊരു പൊട്ടിരു കൊടുക്കുന്നു. മറ്റാളെ തല്ലിയപ്പം അയാൾ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നു. ഇതിൽ ആരാണ് സ്വർഗത്തിൽ പോകാൻ യോഗ്യൻ?
ആരാ? കരഞ്ഞോണ്ട് പോയവനല്ലേ? തിരിച്ചടി കൊടുത്തവനാണോ? പക്ഷെ എന്തുകൊണ്ട് അയാൾ കരഞ്ഞോണ്ട് പോയത്? അയാൾക്ക് ഇയാളെ അടിച്ചു നേടാനുള്ള ശക്തിയില്ല. ഓക്കെ, അയാൾ ഭയപ്പെടുന്നവനാണെന്ന് വിചാരിച്ചോ. അവൻ കരഞ്ഞോണ്ട് പോയത്, അയ്യോ ഞാൻ അടികൊണ്ടല്ലോ, പാവമായ ഞാൻ അടികൊണ്ടല്ലോ, കർത്താവേ അവനോട് നീ ചെയ്തോണേന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോയത്. അപ്പൊ പ്രവൃത്തികളെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് നീതിമാൻ എന്ന് മനസ്സിലാവുമോ? മറ്റവൻ ഒറ്റ ദേഷ്യത്തിനൊരു പൊട്ടീര് കൊടുത്തെങ്കിലും പിന്നെ ആലോചിച്ച് കാണും, എൻ്റെ ദൈവമേ എൻ്റെ കൺട്രോൾ പോയി അടിച്ചതാണ്, കർത്താവ് എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു കാണും. അപ്പൊ പ്രവൃത്തികൾ നോക്കിയാൽ ഒരുത്തനകത്ത്, പക്ഷെ അവൻ ശരിക്കും നീതിമാനായിരിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഇനി ഒരു എക്സാമ്പിളിൽ പറയാം. ഈ പാസ്റ്റർ ഇവിടെ വന്നിട്ട് ആളുകളൊന്നും പരിചയപ്പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ 2 വീടുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യത്തെ വീട്ടിൽ ചെന്നപ്പം അവർ 1 ഗ്ലാസ് വെള്ളം മാത്രമേ കൊടുത്തുള്ളൂ. അവർ വളരെ മൂടിയായി കാണപ്പെട്ടു, ഒത്തിരി ഒന്നും സംസാരിച്ചൊന്നുമില്ല. പാസ്റ്റർ മനസ്സിലായി ഇത് വേറെ മറ്റേ ഗ്രൂപ്പ് ആയിരിക്കും എന്ന് ചിന്തിച്ച് അടുത്ത വീട്ടിലോട്ട് പോയി. അടുത്ത വീട്ടിൽ ചെന്നപ്പം അവിടെ ചിക്കൻ, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഫിഷ് എന്ന ഒരു മേശ നിറയെ വിഭവങ്ങൾ. തിരിച്ചിറങ്ങി വരുമ്പോൾ പാസ്റ്ററുടെ മനസ്സിൽ ആരായിരിക്കും നല്ല മനുഷ്യൻ, നീതിമാൻ? പക്ഷേ ഈ ആദ്യം 1 ഗ്ലാസ് വെള്ളം തന്നവൻ, അവൻ ആലോചിച്ച് എങ്ങനെയായിരിക്കും, എൻ്റെ കർത്താവേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിലെ പൈസ തീർന്ന് ഞങ്ങളെല്ലാം ഒന്നും ഇല്ലാത്തവരായിരിക്കാന്ന് പറഞ്ഞിട്ട് 3-4 ദിവസമായി ആരോടും പറഞ്ഞിട്ടില്ല. ദൈവമേ നീ എൻ്റെ വീട്ടിൽ ആവശ്യമുള്ള തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെളിയിൽ ആർക്കും അറിയത്തില്ല. അവരുടെ വീട്ടിൽ പഞ്ചസാരയില്ല, പാലില്ല. അപ്പോൾ ഒരു വിചാരിക്കുകയാണ്, കട്ടൻ കാപ്പി കൊടുത്താലും പഞ്ചസാര ഇടണമല്ലോ, അതില്ലല്ലോ. ദൈവമേ ഈ വെള്ളം കൊണ്ട് കർത്താവേ നീ ആ മനുഷ്യനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞായിരിക്കും വെള്ളം കൊണ്ടേ കൊടുത്തത്. മറ്റേ ആൾ എന്താ വിചാരിച്ച്, പാസ്റ്റർമാര് വന്ന് കയറി എന്തായാലും ചെലവാ പോട്ടെ എന്നും പറഞ്ഞായിരിക്കും ഉണ്ടാക്കി കൊടുത്തത്. നമ്മൾ പുറമേ പ്രവൃത്തികൾ നോക്കിയാൽ കാണുന്നതല്ല, ദൈവം അകമേ നോക്കിയാൽ കാണുന്നത്. ഇപ്പൊ ഏതാണ്ട് ക്ലിയർ ആയോ? അപ്പം വിസിബിൾ ആയിട്ടുള്ള കൽപ്പനകളെ കൊടുത്ത് അതനുസരിപ്പിക്കുന്നവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ഈ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നൊന്നും വിധിക്കപ്പെടാതെ പ്രവൃത്തികൾ എന്നൊരു കാരണത്താൽ അനീതിയുള്ളവരെ അകത്തു പോകും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ നീതിയെ വെളിപ്പെടുത്തിയപ്പോൾ, സ്വർഗത്തിലെ നീതിയെ വെളിപ്പെടുത്തിയപ്പോൾ, അത് മനുഷ്യർക്ക് കടിച്ചാൽ പൊട്ടാത്ത ഒരു കഠിനമായ മാങ്ങാണ്ടി പോലെ ആക്കി വെച്ചു. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇനി ആദ്യത്തെ എക്സാമ്പിളിലേക്ക് വരാം. ഒരാൾ സ്വർഗത്തിലേക്കും ഒരാൾ നരകത്തിലേക്കും പോകുന്ന എക്സാമ്പിളിലേക്ക്. ഇപ്പൊ കർത്താവിനോട് പറയാം, കർത്താവ് എൻ്റെ വീട്ടിൽ അവനെയും അവൻ്റെ വീട്ടിൽ എന്നെയും ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ നീതിമാനായി സ്വർഗത്തിൽ പോയനെ, അവൻ അനീതിയുള്ളവനായി നരകത്തിൽ പോയനെന്ന് പറയുമ്പോൾ കർത്താവ് എന്ത് മറുപടി ആയിരിക്കും പറയുന്നറിയോ? കർത്താവ് പറയുന്നത്, എടാ നീയും അവനും തമ്മിലുള്ള വ്യത്യാസം ഈ മാങ്ങാ പഴം എത്ര തിന്നു എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? 2 പേരും നരകത്തിലേക്കേ പോവുള്ളൂ. കാരണം ഈ നീതി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നീയും കണക്കാ, അവനും കണക്കാ. രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ വിശ്വസിച്ചോ, വിശ്വസിച്ചാൽ നിനക്കും രക്ഷപ്പെടാം, അവനും രക്ഷപ്പെടാം. ഏതാ നീതി? ഏതാ നീതി? അപ്പോൾ വിശ്വാസികളെ രക്ഷിക്കുന്നതാണ് ദൈവത്തിന് നീതി. മനസ്സിലായോ? മനസ്സിലായില്ല? തലയാട്ടുന്ന സ്വഭാവമില്ല. ഓക്കെ. അപ്പോൾ ഒരു മനുഷ്യൻ നീതിമാനാകണമെങ്കിൽ അവന്റെ പ്രവൃത്തികൾ പോരാ, പിന്നെ എന്ത് വേണം? അവന്റെ ഹൃദയത്തിലെ വിശ്വാസം നോക്കി മാത്രമേ അവനെ നീതിമാനാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഇതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും മനസ്സിലാക്കാൻ പാടുള്ള ഒരു ഉപദേശം. എങ്ങനെയാണ് കർത്താവ് പ്രവൃത്തികളാൽ അല്ലാത്ത ഒരു നീതി നടപ്പാക്കുന്നത്? അതിന് കർത്താവ് എന്താ ചെയ്യുന്നതെന്നറിയോ? ആരെ കൊണ്ടും അനുസരിക്കാൻ പറ്റാത്ത ചില നിയമങ്ങൾ തരുക ചെയ്യുന്നത്. അങ്ങനെയാണോ കർത്താവ് തരുന്നത്? ശരിക്കും ഗലാത്യ ലേഖനം 3:21 വായിക്കാം. ഗലാത്യ ലേഖനം 3:21. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധം. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? കാരണം നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയാണ് ന്യായപ്രമാണം തരുന്നത്. പക്ഷെ ന്യായപ്രമാണം വായിച്ചു നോക്കുമ്പോൾ നമ്മളെല്ലാം പാപികളായി മാറുകയാണ് ചെയ്യുന്നത്. ആണോ? ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ ഞാൻ ന്യായപ്രമാണം തന്നപ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ പോകുമെന്നുണ്ടായിരുന്ന ചെറിയ പ്രതീക്ഷകളെ പോയി നമ്മുടെ പാപം പെരുകുക ചെയ്തതല്ലേ? അല്ലേ? ശരി, പാപം പെരുകിയില്ലേ?
അപ്പൊ ന്യായപ്രമാണം വരുമ്പോ എന്ത് ചെയ്യും? പാപം പെരുകും. അപ്പോൾ പാപം പെരുകി നമ്മളെല്ലാം കുറ്റവാളികളായി ദൈവത്തിന് മുമ്പിൽ നിർത്താൻ എന്തു മതി? ഈ ന്യായപ്രമാണം മതി. അതുകൊണ്ട് ആരും നീതീകരിക്കപ്പെടുന്നില്ല, എല്ലാവരെയും കുറ്റവാളികളായി പ്രഖ്യാപിക്കുന്നു. അടുത്ത വാക്യം. അപ്പോൾ അങ്ങനെയാണ് ഈ ന്യായപ്രമാണം കൊണ്ട് എല്ലാവരും കുറ്റവാളികളായി മാറുകയാണെങ്കിൽ, എല്ലാവരും മാങ്കണ്ടിയും കൈപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് ന്യായപ്രമാണം കിട്ടിയപ്പോൾ സംഭവിച്ചതെങ്കിൽ, ഈ സൂചിക്കൂട കയ്യിലെടുത്തുകൊണ്ട് ഇതിനകത്തോടെ എങ്ങനെ കയറും കർത്താവെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഒരു നിസ്സഹായാവസ്ഥയിലേക്കാണ് ഈ ന്യായപ്രമാണം ഈ മനുഷ്യരെ എത്തിച്ചിരിക്കുന്നതെങ്കിൽ, ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? കാരണം നമ്മളെ രക്ഷിക്കുകയല്ലേ ദൈവം ചെയ്യേണ്ടത്, നമ്മളെ നീതിമാന്മാരാക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ന്യായപ്രമാണം ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമായിട്ടാണോ ഇത് എഴുതിയിരിക്കുന്നത്? ഒരു നാളുമല്ല. അടുത്ത വാക്യം. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം തന്നിരുന്നെങ്കിൽ, അതായത് ഇതിനകത്ത് ഈ മാങ്ങാണ്ടി ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്നതൊക്കെ മതിയായിരുന്നുവെങ്കിൽ, ഇന്ന് പെന്തക്കോസുകാരുടെ ഒരു നീതി മതി സ്വർഗത്തിൽ പോകാനെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ, ആഭരണം ഊരുന്നവരെയും വെള്ളവസ്ത്രം ധരിക്കുന്നവരെയും ദശാംശം കൊടുക്കുന്നവരെയും ചർച്ചിൽ കൃത്യമായിട്ട് വരുന്നവരെയും കൊയറിൽ പാട്ട് പാടുന്നവരെയും വൈപ്പിയുടെ നേതാക്കന്മാരെയും അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാം സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ, കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരും സുവിശേഷത്തിന് ട്രാക്റ്റുമായിട്ട് പോകുന്നവരും സഭയുടെ വോട്ടെടുക്കാൻ പോകുന്നവരും ഇലക്ഷന് പോകുന്നവരെല്ലാം സഭയുടെ കാര്യത്തിൽ ചൂടുള്ളവരാണല്ലോ, ഇവരെല്ലാം കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് കർത്താവ് പറയുമായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അതൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോകുമായിരുന്നു. അല്ലെ? എങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അല്ലെ? അതൊരു നീതിയുടെ ആധാരമായിട്ട് നമ്മൾ വെക്കുമായിരുന്നു, നീതിയുടെ ഒരു അടിസ്ഥാനമായിട്ട് വെക്കുമായിരുന്നു. എന്ത് വെക്കുമായിരുന്നു? നമ്മുടെ ഇന്നത്തെ നീതി. ഈ നീതി, മനുഷ്യന്റെ നീതി ആധാരമായിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ഇത് നിങ്ങൾ സാധാരണ കേൾക്കാറുള്ളൊരു കാര്യമാണ്. ഞാൻ നിങ്ങളോടൊരു ഒരു ഒരു വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിക്കാൻ പോവാണ്. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് വിശുദ്ധിയുടെ പ്രസംഗം കേട്ടോണേ. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നരകത്തിൽ പോകും. ശരിയോ തെറ്റോ? ശരിയാന്നുള്ളവര്? ശരിയാണോ? തെറ്റാന്നുള്ളവര്? എങ്ങനെയായാലും കുഴപ്പമില്ലാത്തവര്? ശരിയല്ലേ? ആണോ? നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നരകത്തിൽ പോകും. സത്യമല്ലേ? അപ്പം നിങ്ങൾ എന്നോടൊന്ന് ചോദിച്ചേ, പാസ്റ്റർ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ ചോദിച്ചേ. അപ്പം ഞാൻ പറയും, ഞാൻ സ്വർഗത്തിൽ പോകും. അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലേ പിന്നെ പാസ്റ്ററായിട്ട് നിങ്ങൾ പ്രസംഗിക്കാൻ എനിക്ക് വരാൻ പറ്റുമോ? ഞാൻ ലോകത്തിൽ ആകെ ഒരു പാസ്റ്റർ മാത്രമേ ഞാൻ സ്വർഗത്തിൽ പോകുന്നുള്ള കാര്യം സംശയമാണെന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അയാളുടെ പേര് ഞാൻ പറയല്ല, അത് ഇവിടെ എങ്ങും അല്ല, ഉള്ള ആളുമല്ല. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു സഹോദരനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു, ഇങ്ങനെ പ്രസംഗിക്കുക, സ്വർഗത്തിൽ പോകുന്നു നടക്കുന്ന കാര്യമെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം 1-2 പേര് പുറകിരുന്ന് കൈവക്കി. ഇപ്പം ഈ പുള്ളി പറഞ്ഞു, എനിക്കെങ്ങും ഒരു ഉറപ്പുമില്ലെന്ന് പറഞ്ഞു, പുള്ളിയുടെ കാര്യം. അപ്പോൾ അടുത്തിരുന്ന ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞു, ഇങ്ങേർക്ക് അങ്ങനെ പറഞ്ഞു, ഇങ്ങേർക്ക് സ്വർഗത്തിൽ പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ലെന്നാണ് ഇങ്ങേര് പറയുന്നത്. അങ്ങനെ ട്രാൻസ്ലേറ്റ്. അപ്പോൾ പാസ്റ്റർക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ സ്വർഗത്തിൽ. പാസ്റ്റർമാർക്ക് സംശയമൊക്കെ കാണും ഈ കണക്കിന് പോകുമെന്ന്, പക്ഷെ അവരൊരിക്കലും എന്ത് പറയാറില്ല. അപ്പോൾ വിശുദ്ധിയുടെ പ്രസംഗിക്കുന്ന പാസ്റ്റർ പറയാണ്, ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങൾ പോകണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം. അപ്പം സ്വർഗത്തിൽ പോകാൻ ആരെ പോലെ ആയാൽ മതി? അതാണ്. അപ്പോൾ സ്വത്ത് വിട്ടു കൊടുക്കണ്ട, സൂചിക്കോഴിലൂടെ കയറണ്ട, മാങ്ങാണ്ടി കഴിക്കണ്ട, പിന്നെ കല്യാണത്തിന് പ്രിയപ്പെട്ടവരെ വിളിച്ചാൽ മതി, കണ്ണ് ചൂഴ്ന്നെടുത്തെറിഞ്ഞ് കളയണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പൊ വേറൊരു വഴി നമുക്ക് തുറന്നിരിക്കുക. ആരാ തുറന്നത്? ക്രിസ്തുവിന്റെ നീതിയിലൂടെ അല്ലാതെ മനുഷ്യരുടെ നീതിയാൽ ഒരു പുതുവഴി തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വഴിയെ പോകാൻ? എങ്ങും ചെല്ലാൻ പോകുന്നില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആകെ കൺഫ്യൂഷൻ ആയില്ലേ? സ്വർഗത്തിൽ പോവോ? അപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞാൻ സ്വർഗത്തിൽ പോകുന്നു, നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ, അത് അയാളുടെ പ്രവൃത്തി നോക്കിയാണെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം അയാളാണ് നിങ്ങളുടെ പുതിയ ക്രിസ്തു. ഇനി സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ആരാ?
ആ പുള്ളിയാ. ഓക്കെ, സംശയമുണ്ടോ? മനസ്സിലായോ? അടുത്ത വാക്യം 22. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് എന്ത് ചെയ്തു? ദൈവം എല്ലാത്തിനെയും പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. അപ്പൊ പാപികളല്ലാതെ ആരും ഇല്ലാതാക്കി. എങ്ങനെയാക്കി? ഈ ന്യായപ്രമാണം വന്നിട്ട് എന്ത് ചെയ്തു? സകല മനുഷ്യരെയും പാപികളാക്കി മാറ്റി. എങ്ങനെയാ പാപികളാക്കി മാറ്റിയത്? ആർക്കും അനുസരിക്കാൻ പറ്റാത്ത ഒരു പ്രമാണം കൊടുത്തു. അപ്പൊ എല്ലാവരും പാപികളായില്ലേ? അപ്പൊ എല്ലാവരും പാപികളാക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്തത്? സ്വർഗത്തിലെ നീതി വെളിപ്പെട്ടു വന്നപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി മാറാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഈ നിയമത്തെ, ന്യായപ്രമാണത്തെ മനുഷ്യരുടെ കപ്പാസിറ്റിക്ക് മുകളിൽ വെച്ചു. ഒരു കാര്യം ഉറപ്പായി, ഒരു മനുഷ്യനും സ്വർഗത്തിന് യോഗ്യതയില്ല. ഒരാളും സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. ഒരാൾക്കും ദൈവത്തിന് മുമ്പിൽ നീതിമാനെന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ, അടുത്ത വാക്യം. വിശ്വാസം വരും മുൻപേ അപ്പൊ നമ്മൾ ഈ വിശ്വാസം വരുന്നവരെ നമുക്ക് ന്യായപ്രമാണമുണ്ട്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് എന്നും പറഞ്ഞ് നമ്മളെ പിടിച്ചു വെച്ചിരിക്കുക അല്ലെ? എന്തിനു വേണ്ടിയാ? ഈ വിശ്വാസത്താലുള്ള നീതി വെളിപ്പെടുന്നത് വരെ ന്യായപ്രമാണം എന്ന ഒരു ബോക്സിനകത്തിട്ട് ഈ പാപികൾ എല്ലാവരെയും കൂടെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര പേർ സ്വർഗത്തിൽ പോവും? ഞാൻ ഈ വീണ്ടും ചോദ്യം ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇടയ്ക്ക് ഇളകിയത് തിരിച്ചു വന്നെന്ന് അറിയാൻ വേണ്ടിയാ. എൻ്റെ ഉദ്ദേശം തന്നെ ഈ സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കാന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ സമാധാനമായിട്ട് പോയിക്കൂടാ. കാരണം നിങ്ങൾക്ക് ആ ഉറപ്പില്ലാതെ നിങ്ങളുടെ ഉറപ്പെടുത്ത് കളഞ്ഞവനായിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്തെ കൊണൻഡ്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫെക്റ്റ് അല്ലാത്ത ആരും സ്വർഗത്തിൽ പോവില്ല. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പോകുന്നുമില്ല. എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഒന്നുകൂടെ പറയാം. പെർഫെക്റ്റ് അല്ലാത്ത യേശുക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഒരാൾ പോലും സ്വർഗത്തിൽ പോവില്ല. ഓക്കെ, നമ്മൾ ഒരിക്കലും യേശുക്രിസ്തുവിനെ പോലെ അല്ല. ഇനിയിപ്പോൾ ആരെല്ലാം പറയാം, ഇല്ലില്ല ഞാൻ യേശുക്രിസ്തുവിനെ പോലെ എന്ന് പറയുകയാണെങ്കിൽ യോഹന്നാൻ അവനോട് പറയാണ്, ഒരുവൻ തനിക്ക് പാപം ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ തന്നെത്താൻ വഞ്ചിക്കും. അപ്പോൾ അത് പോയി. നമ്മൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും എന്ന് പറയുന്നത് ഒരു ഭയങ്കര യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ വി ആർ ഹെൽപ്ലെസ് വിത്തൗട്ട് ക്രൈസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ഹെൽപ്ലെസ് ആകുന്നത്? യോഹന്നാൻ പറയുന്ന ഒരൊറ്റ കാരണമുള്ളൂ, നമുക്ക് ജീവനില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? നമുക്ക് ക്രിസ്തുവിൻ്റെ ജീവനില്ല. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ച്. യോഹന്നാന്റെ 20 അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ. 31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം എന്തിനാണ് എഴുതിയിരിക്കുന്നത്? നമുക്കെല്ലാവർക്കും ജീവൻ ലഭിക്കേണ്ടതിനാണ്. അപ്പോൾ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ പാടാണോ? പാടാണ്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രയാസമാണ്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആരാ രാജാവ്? ദൈവമാണ് രാജാവ്. അപ്പൊ എല്ലാം തീരുമാനിക്കുന്ന ആരാ? ദൈവമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിലെല്ലാം തീരുമാനിക്കുന്ന ആരാ? ദൈവമാണോ നമ്മളാണോ? രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് ആരാ തീരുമാനിച്ചത്? ഉപവാസ പ്രാർത്ഥന അല്ലല്ലേ, സോറി. ഏത് വസ്ത്രം ധരിക്കണമെന്ന് ആരാ തീരുമാനിച്ചത്? ആരെ കല്യാണം കഴിക്കണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഏത് ജോലിക്ക് പോകണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഇതിൻ്റെ എല്ലാം രാജാവ് ആരാ? ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ തീരുമാനിക്കുന്നത് അല്ലേ? എന്തോരം തീരുമാനങ്ങളാണ് ഞാൻ എടുക്കുന്നത്.
അപ്പൊ ദൈവം രാജാവായി വരുവാണെങ്കിലോ എല്ലാ തീരുമാനങ്ങളും ആർക്ക് കൊടുക്കേണ്ടി വരും? ഈ കർത്താവിന് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇനി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നമുക്ക് നോക്കാം. യോഹന്നാൻ 3:3 വായിക്കാം. നിക്കോദമസിനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെങ്ങനെയാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മലയാളികളുടെ രീതിയിൽ അതൊന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, നിനക്കൊന്നും ഈ ജന്മത്തിൽ എക്സാം പാസ്സാവാൻ പറ്റത്തില്ല എന്ന് കേട്ടിട്ടുണ്ടോ? വഴക്ക് പറയുന്നത് എങ്ങനെ അപ്പനന്മാരെ? നിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ, നീ എന്നെ തോപ്പിക്കണമെങ്കിൽ നീ ഒന്നും കൂടെ ജനിക്കണം. ഇത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ശരിക്കും കർത്താവ് നിക്കോദമോസിന്റെ എന്താ പറഞ്ഞെന്നറിയോ? നീ ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ നിന്റെ ഈ ജന്മത്ത് സാധിക്കൂല, നീ ഒന്നും കൂടെ ജനിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ നിക്കോദമോസ് ചോദിക്കുക, കർത്താവേ, പ്രായമായ ശേഷം പിന്നെ ഒന്നും കൂടെ ഇനി അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കാൻ പറ്റുമോ? അപ്പൊ കർത്താവ് പറയുക, നീ അമ്മയുടെ വയറ്റിൽ കിടന്ന് 500 പ്രാവശ്യം ജനിച്ചാലും ജഡത്താൽ ജനിച്ചതെല്ലാം ജഡമായിരിക്കും. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, കർത്താവേ, ഒരു ചാൻസും കൂടെ എനിക്ക് അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കാൻ തരുമായിരുന്നെങ്കിൽ ഞാൻ LKG പഠിക്കുമ്പം കുറച്ചുകൂടെ നല്ലപോലെ പഠിച്ചേനെ, 10ാം ക്ലാസ്സിൽ കുറച്ചുകൂടെ നല്ലപോലെ പഠിച്ച് എക്സാം എഴുതി കുറച്ചുകൂടെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തേനെ, കുറച്ചും കൂടെ നല്ലൊരു കല്യാണമെങ്കിലും കഴിച്ചേനെ. കർത്താവ്, ഒരു ചാൻസും കൂടെ എനിക്ക്. പക്ഷെ ഞാൻ നിങ്ങളുടെ രഹസ്യം പറയാം, നിങ്ങൾ ഒന്നുകൂടെ ജനിച്ചാലും നിങ്ങൾക്ക് ഈ ജന്മത്തെ പരാജയങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എക്സാക്ട്ലി ഇങ്ങനെ തന്നെ ആവുള്ളൂ. ഇതേപോലെ ഉഴപ്പി നടക്കും, ഇതേ ആളെ തന്നെ കല്യാണം കഴിക്കുള്ളൂ, ഇവിടെ തന്നെ നിങ്ങൾ വന്ന് ചേർന്നേനെ. കാരണം ജഡത്താൽ ജനിച്ചതെല്ലാം ജഡവും അതങ്ങനെ തന്നെ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എത്ര പ്രാവശ്യം ജനിച്ചാലും നമുക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പം കർത്താവ് അവനോട് പറയാണ്, ഞാൻ നിന്നോട് വീണ്ടും ജനിക്കണമെന്ന് പറയുന്നതിൽ നീ ആശ്ചര്യപ്പെടരുത്. ഓക്കെ, അടുത്ത വാക്യം, കാറ്റ് അത് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും ആരും അറിയുന്നില്ല, ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ ഗ്രീക്കിൽ ന്യൂമ എന്ന് പറഞ്ഞാൽ കാറ്റെന്ന. അപ്പൊ കാറ്റ് പോലെയുള്ള സ്വഭാവമുള്ളവരാണ് ആര്? വീണ്ടും ജനിച്ചവര്. അപ്പൊ അതിനെങ്ങോട്ട് വേണേലും പോകാം, അല്ലേ? എങ്ങോട്ട് വേണേലും പോകാം. എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല. അതിനിഷ്ടമുള്ളിടത്ത് അത് വീശുന്നു. അങ്ങനെ പ്രത്യേക നിബന്ധനകളൊന്നുമില്ലാതെ ആർക്കും അറിയാൻ പറ്റാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന, സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന, അല്ലെ? കാറ്റാണല്ലോ ഏറ്റവും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നത്. വായുവിലെ കണികകളാണ് ഏറ്റവും ഫ്രീ ആയിട്ടുള്ളത്, ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ളത്. ഇപ്പം ഈ ഗ്ലാസ്സിന് അങ്ങനെ തോന്നുന്ന പോലെ പോകാൻ പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? ഇത് ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. പക്ഷെ കാറ്റ് എങ്ങനെയാ? കാറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. ഈ ഗ്ലാസ്സിന് എവിടെ വെക്കുന്നോ അവിടെ ഇരുന്നേ പറ്റുള്ളൂ. ഇത് കാറ്റ് പോലെ അല്ല. ഇതൊന്നും കൂടെ ജനിച്ച് കാറ്റ് പോലെ ആയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമുക്ക് വേണ്ട ഈ ഗ്ലാസിൻ്റെ കാര്യം ഇവിടെ ഒരു ഐസ് കട്ട ആയിക്കോട്ടെ. ഓക്കെ, ഒരു ഐസ് കട്ട ഇവിടെ ഇരിക്കുന്നു. ആ ഐസ് കട്ട അങ്ങനെ തന്നെ ഇരിക്കും. വെള്ളമാണെങ്കിൽ, വെള്ളത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ നമ്മൾ ഗ്ലാസ്സിൽ വെച്ചാൽ ഗ്ലാസിൻ്റെ ഷേപ്പിലിരിക്കും, കുപ്പിക്കകത്ത് വെച്ചാൽ കുപ്പിയുടെ ഷേപ്പിലിരിക്കും, പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രത്തിൻ്റെ ഷേപ്പിൽ വരും, അല്ലേ? ശരിയല്ലേ? പെന്തക്കോസിൽ വന്നാൽ അതുപോലെ ഇരിക്കും, വീട്ടിൽ പോയാൽ ആ വീടിൻ്റെ ഷേപ്പിലിരിക്കും, നാട്ടിലിറങ്ങി നടന്നാൽ അതിൻ്റെ ഷേപ്പിലിരിക്കും. ഇതിനെയാണ് വെള്ളം പോലെയുള്ള. മിക്കവാറും വിശ്വാസികളെല്ലാം വെള്ളം പോലെയാണ്. കാരണം ഏത് കുപ്പിക്കകത്താണോ ആ കുപ്പിയിലിരിക്കും. ഓക്കെ, കല്ല് പോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരാരും വന്നാലും കുലുങ്ങാത്തവരും ഒരു കുപ്പിയിലും കയറാത്തവരുമാണ്. അവരും ഉണ്ട്. എന്നാൽ കാറ്റ് പോലെ പോവാന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ ഐസ് ഇവിടെ ഇരുന്നു, അത് വെള്ളമായി, കുറെ കഴിഞ്ഞപ്പോൾ ആവിയായി, പിന്നെ അതിനെ കാണാനില്ല. എതിലേ വന്നുവെന്നോ എങ്ങോട്ട് പോയെന്നോ അറിയാൻ വയ്യ. എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും, ജഡത്തിൽ ജനിച്ച എല്ലാവർക്കും അവൻ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കണം. ആരെ വെക്കുന്ന? ഈ സമൂഹം പറയുന്ന ചില നിബന്ധനകൾ അനുസരിച്ചും പാഠങ്ങൾ അനുസരിച്ചുമാണ് ഈ ജഡത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും ജീവിക്കുന്നത്. അവർക്കൊരു സെറ്റ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഉദാഹരണത്തിന്
നമ്മൾ ചെറുപ്പം തൊട്ടേ പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പൈസ ഇല്ലാത്തവനെ ഒന്നിനും കൊള്ളുകയില്ല. അതുകൊണ്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് സ്വന്തമായി സമ്പാദിക്കടാ മകനെ. ഇത് പറഞ്ഞു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത് വളരെ ചെറുപ്പത്തിലേ കിട്ടുന്ന ഒരു പാഠമാണ്. ഈ ചെറുപ്പത്തിലേ കിട്ടുന്ന പാഠങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടത്, മരിച്ചാലും പോവില്ല. ഈ വയസ്സനാകാലത്ത് ഓർമ്മ മുഴുവൻ പോകുന്ന ആൾക്കാർക്ക് ചെറുപ്പകാലത്തെ ഓർമ്മയാണ് ഏറ്റവും അവസാനം പോകുന്നത്. ചിലപ്പോൾ ഓർമ്മ പോകുമ്പം പണ്ടുകാലത്തെ ആൾക്കാർ പറയും, പണ്ടുകാലത്തെ ആൾക്കാരുടെ കഥകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ചെറുപ്പത്തിൽ സ്കൂളിൽ പോയ കാര്യമൊക്കെ ആയിരിക്കും ഈ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര പവറാണ്, ഒരിക്കലും പോകത്തില്ല. നമ്മുടെ പിള്ളേർ ചെറുപ്പത്തിൽ പഠിച്ച വിശ്വാസം എന്താണെന്നറിയോ? കർത്താവ് കാശ് തരും, കർത്താവ് സഹായിക്കും, ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അടിസ്ഥാനങ്ങളൊന്നും പഠിച്ചില്ല. അപ്പോൾ അതൊരിക്കലും പോകില്ല, അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? എടാ മോനെ പ്രാർത്ഥിക്കടാ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ എന്തിനാ അനുഗ്രഹിക്കുന്ന? പൈസ തരും, അല്ലെ ആരോഗ്യം തരും, അല്ലെങ്കിൽ നല്ല ജോലി തരും, അല്ല നല്ല കല്യാണം തരും. അപ്പോൾ എങ്ങോട്ടാ എല്ലാം നീങ്ങുന്നത്? എങ്ങോട്ടാ? ഒരു സെറ്റ് പാറ്റേണിലേക്കാണ്. ആ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് സുഖമായി സന്തോഷമായി. ഞാൻ പറയാം, അതിനൊരു ഒരു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് പറഞ്ഞൊരു മലയാളിയുടെ ഒരു ടിപ്പിക്കൽ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിൽ പോവുക സ്വപ്നം, കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക സ്വപ്നം, എവിടെയെങ്കിലും പോയി കുറച്ച് പൈസ ഉണ്ടാക്കുക, സ്വന്തമായ ഒരു വീട് വയ്ക്കുക, ആ വീടിൻ്റെ പോർട്ടിക്കോയിൽ കിടന്ന് ഒരു ചാരികസേരയിൽ കിടന്ന് ഒരു ഗ്ലാസ് അധ്വാനത്തിൻ്റെ ഫലമായ ചായ കുടിച്ച് ഒന്ന് സന്തോഷിച്ചിട്ട് പറയാം, കർത്താവിന് സ്തോത്രം, നീ എനിക്ക് ഈ ഭവനം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയാ. എന്തൊരു സക്സസ് ആയിരിക്കും അല്ലേ? എന്നോട് എൻ്റെ അപ്പൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് സമ്പാദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ബന്ധു എന്നോട് പറഞ്ഞു, അവൻ ഒരു വക സമ്പാദിക്കാതെ ഇങ്ങനെ നടക്കുവാണെന്നുള്ള എൻ്റെ ആങ്സൈറ്റി എൻ്റെ അപ്പൻ ആരോടോ പറഞ്ഞെന്ന് അവരെന്നെ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം എല്ലായിടത്തും പറയുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെ പോകണം? ഒരു സെറ്റ് പാറ്റേണിൽ പോകണം, കല്ല് പോലെ, ഗ്ലാസ് പോലെ. അതായത് കുറച്ച് നാൾ കഷ്ടപ്പെട്ട് സുവിശേഷ വേല ചെയ്ത് കുറേ കഴിയുമ്പം ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പം സാധാരണ ആൾക്കാർ സെറ്റിലാവുന്ന പോലെ ഞാനും സെറ്റിലായി, നിക്കോദമോസിനെ പോലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവ് പറയാം, മോനെ നിക്കോദമോസെ, പ്രായമായ നീ ഇനി ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ ഈ സ്വഭാവം വിട്ടിട്ട് കാറ്റ് പോലാവും. ഏതാണ്ട് മനസ്സിലായി കാറ്റ് എന്താന്ന്? ഇപ്പൊ കാറ്റ് പോലെയാണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൺട്രോളിലോ പാറ്റേണോ അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന് പ്രതീക്ഷിക്കുന്ന ഒന്നും ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നത്. നമ്മൾ ടോട്ടലി വേറൊരു, അതായത് കർത്താവ് നമ്മളുടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും മിണ്ടായിരിക്കണം പറഞ്ഞാൽ അവിടെ ഇരിക്കും. കാരണം ഈ ആത്മാവ് ന്യൂമയാണ്, കാറ്റാണ്. ഈ ആത്മാവ് നമ്മോട് പറയുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇന്ന് എറണാകുളത്താണെങ്കിൽ നാളെ കോട്ടയത്തായിരിക്കും, അടുത്ത ദിവസം ഉഗാണ്ടയിലായിരിക്കും, അതിനടുത്ത ദിവസം അമേരിക്കയിലായിരിക്കും, പിന്നെ അന്റാർട്ടിക്കയിലായിരിക്കും, പിന്നെ ഇന്ത്യയിലായിരിക്കും. എവിടെ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഈ കാറ്റിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും ഈ ലോകത്തിൻ്റെ പാറ്റേണിൽ നമ്മൾ തറയ്ക്കപ്പെടുകയില്ല ആത്മീകനായ ഒരു മനുഷ്യൻ. മനസ്സിലായോ? നമ്മൾ ഇന്ന് കാണുന്ന ആത്മീയത അതല്ല. നമ്മൾ ഇന്ന് കാണുന്ന ആത്മീയത ഈ സ്വത്തെല്ലാം ഉണ്ടാക്കി സമാധാനമായിട്ട്, അത് നല്ല കാര്യമാണ്, അല്ലെന്നല്ല, അതിന് മുകളിലിരുന്ന കർത്താവിന് സ്തോത്രം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് നമ്മൾ ആത്മീകരായി മാറുകയാണ്. പക്ഷെ ശരിക്കുമുള്ള ആത്മീയത എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ ഒഴുകുന്നതാണ്, ഇങ്ങനെ കാറ്റുപോലെ. നിങ്ങൾ ഇത്തിരി വിഷമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാറ്റുപോലെ പോവുക. ഈ കാറ്റുപോലെ പോവുക എന്നുള്ളത് എന്നെ ചെറുപ്പകാലത്ത് തന്നെ ഭയപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രക്ഷിക്കപ്പെടുമ്പോൾ ഈ കാറ്റെന്നുള്ളത് എന്നെ ഭയപ്പെടുത്തി. അന്ന് ഈ കാറ്റിൻ്റെ വ്യാഖ്യാനമൊന്നും എനിക്കറിയാൻ മേല. ഈ 2018 ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കാറ്റെന്ന് പറഞ്ഞ ഈ സാധനമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിരുന്നു, ദൈവം എൻ്റെ രാജാവായി വന്നാൽ എൻ്റെ കാര്യം പോക്കാണെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. കാരണം എൻ്റെ സ്വപ്നങ്ങൾ അതോടെ തീർന്നു. ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എന്നെ നീ ഇതിനിടയ്ക്കെങ്ങാനും വിളിച്ചാൽ ഞാൻ ഈ പഠിത്തം ഇടയ്ക്ക് നിർത്തിയിട്ട് പോരേണ്ടി വരും. കാരണം വീട്ടിൽ പോയി പെർമിഷൻ ചോദിക്കാൻ പോലും ചിലപ്പോൾ കർത്താവ് അനുവദിക്കില്ല. ഞാൻ ഒന്ന് വീട്ടിൽ പോയി പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ കർത്താവ് അനുവദിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇനി അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചു എന്ന് വിചാരിച്ച് സമാധാനിച്ചോണം, എന്നെ അന്വേഷിച്ച് നടക്കില്ല. അന്ന് ഫോണൊന്നും ഇല്ല, പോയ ഒരു വഴിക്ക് പോയതാ, പിന്നെ കാണാൻ പറ്റത്തില്ല ഇവിടെ. അതായത് നമ്മളെവിടെന്തെങ്കിലും കത്തയച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ കാറ്റ് പോലെ എന്ന് പറയുന്നതിനകത്തൊരു റിസ്ക് ഉണ്ട്. അത് അന്നും ഇന്നും എന്നും
എന്നെ സംബന്ധിച്ചൊരു വേദനയും ഒരു ഒരു ഉത്കണ്ഠയുമായിരുന്നു. അപ്പോൾ കർത്താവിന് എന്നോട് ഇപ്പൊ പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം, കുണ്ടറയിലെ പ്രസംഗം നിർത്തിക്കോ, ഇറങ്ങിക്കോ, നിനക്കിനി ശുശ്രൂഷ ഇന്ന് വേറൊരു സ്ഥലത്താണ് എന്ന് പറയുമ്പം മൈക്ക് ഇവിടെ വെച്ചിട്ട് വെളിയിലോട്ടിറങ്ങി വണ്ടി എടുത്തുകൊണ്ട് ഞാൻ പോകുന്നതാണ് ഈ കാറ്റെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നില്ല ആളെന്തിയേ, എവിടെ നിന്നും വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും അറിയുന്നില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ മിനിസ്ട്രി കാറ്റ് പോലെ നടക്കാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതിൻ്റെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഒരു നിസ്സഹായാവസ്ഥ പറയുന്ന കേട്ടോ. ഞാനൊരു ചർച്ചിൽ സൂമിൽ പ്രസംഗിക്കാമെന്ന് സമ്മതിച്ചിരുന്നു. ആ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മകന് ഒരു പ്രശ്നമുണ്ടായി. വൊമിറ്റിങ്ങും പനിയുമായിട്ട് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥ വന്നു. അപ്പം ഞാൻ ഈ ചർച്ചക്കാരെ വിളിച്ച് ചോദിച്ചു, ഒരമണിക്കൂർ എനിക്ക് കിട്ടുമോ? അവർ പറഞ്ഞു, പാസ്റ്ററെ ഒരു രക്ഷയില്ല. ആലോചിച്ച് നോക്കണം, ഒരു രക്ഷയില്ല. ആൾക്കാരോടെല്ലാം നോട്ടീസ് അടിച്ച് വിളിച്ചു, സൂമില. അപ്പം ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പ്രസംഗിച്ചു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് കറക്റ്റ്, പ്രസംഗിച്ച് തന്നെയാണ് കറക്റ്റ്. പക്ഷെ ഞാൻ തന്നെ പ്രസംഗിക്കണമെന്ന് എന്താ നിർബന്ധം? ഒരു കൊച്ചെഴുന്നേറ്റ് നിന്നാലും ദൈവത്തിൻ്റെ ആത്മാവിന് ആ കൊച്ചിലൂടെ സംസാരിക്കാൻ പറ്റും, ഇല്ലേ? ഇപ്പൊ ചേസ് തന്നെ വരണമെന്ന് എന്താ നിർബന്ധം? നമുക്ക് വിശ്വാസം മനുഷ്യരെയാണ്, ആരിലൂടെ വേണമെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന ദൈവത്തെ അല്ല. സർവർക്ക് മനസ്സിലായി? അപ്പം ദൈവത്തെ വിശ്വാസമെങ്കിലോ അവൻ ആരിലൂടെ വേണമെങ്കിലും സംസാരിക്കാം. ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് പോലും ദൈവം എന്നോട് സംസാരിക്കുന്ന വിശ്വാസമില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ സെറ്റ് പാറ്റേൺ അനുസരിച്ചാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ കാറ്റ് പോലെ പറപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു നിസ്സഹായാവസ്ഥയിൽ ആരെങ്കിലും ഒരാളോട് കിടക്കുകയാണ്, കർത്താവ് പറയാ, എടാ നീ അങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ എന്നോട് പരകരം പ്രസംഗിക്കാൻ ആളില്ല. അവനവിടെ കിടക്കട്ടെന്ന് വെക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ സെറ്റ് പാറ്റേൺസിലേക്ക് മനുഷ്യർ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിന് നമ്മളെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പൊ നിക്കോദമോസിനോട് പറയാണ്, ദൈവം പറയുന്ന എല്ലാം നീ അനുസരിക്കണമെങ്കിൽ നിന്റെ സ്വഭാവം എന്തുപോലെ ആയിരിക്കണം? കാറ്റ് പോലെ ആയിരിക്കണം. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ കഥ. ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എന്നോട് ഇത്തിരി ഈ മിഷണറി വേലയിലെ സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എടാ നീ ഈ മണ്ടത്തരം ഒന്നും കാണിക്കരുത്, ഒന്നും വേണ്ട വേണ്ട എന്ന് പറയണ്ട. അവർ തരുന്നത് മേടിക്കാന്നും അല്ല, ഈ സമയത്ത് നീ എന്താന്ന് വെച്ചാൽ ചോദിച്ച് മേടിച്ചോണം. കാരണം ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരും നിനക്ക് 5 പൈസ തരാൻ പോകുന്നില്ല. എങ്ങനെയുണ്ട്? ശരിയാണോ പറഞ്ഞ്? അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നൊക്കെ എപ്പം മേടിച്ചോണം? കല്യാണത്തിന് മുമ്പേ പറഞ്ഞ് മേടിച്ചോണം. ഇനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. എന്നിട്ട് അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞു, ഒരു 40-45 വയസ്സാകുമ്പം നിന്റെ ഭാര്യ തന്നെ പറയും, അന്ന് അച്ചായൻ്റെ മണ്ടത്തരം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, അന്ന് ആ മേടിക്കാനുള്ളത് മേടിച്ചുകൊണ്ട് പോരുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നോ എന്നന്ന് നിന്റെ ഭാര്യ തന്നെ ചോദിക്കും. അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതല്ല എന്തായിരുന്നു എന്നുള്ള കാര്യം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 45 വയസ്സിലല്ലേ ഞാനത് ചെയ്യാൻ പോകുന്നേ, ഇപ്പം 27 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 10-20 വർഷം കൂടെ എങ്കിലും ഏകദേശം വിശ്വസ്തനായിട്ട് ജീവിക്കാമല്ലോ, പിന്നെയല്ലേ ഇത് അപകടം ഉണ്ടാവുള്ളൂ, അന്നേരം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അന്നേരം പുള്ളി പറഞ്ഞു, നിന്നെ ഒന്നും ഉപദേശിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറയുക മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സ്റ്റേജിൽ കയറുന്നിട്ട് പറഞ്ഞു, ഇവനോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഇവനൊരു എന്താ അത് വക വെക്കാതെയാണ് ഈ കല്യാണം കഴിച്ചേക്കുന്നത്, എന്താ അത് ഞാൻ ഇതിനോട് ആവുന്ന പറഞ്ഞാ വേണ്ട വേണ്ട എന്ന്. പുള്ളി പ്രസംഗിച്ചത് ആശംസ പറഞ്ഞതാണ്. കാരണം സെറ്റ് പാറ്റേൺ അല്ല. ഈ സെറ്റ് പാറ്റേൺ അല്ലാതെ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പാറ്റേണിൽ കാര്യങ്ങൾ പോകണമെന്നാ. ഈ പാസ്റ്റർ വന്നപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി, അതാ ശരിയായില്ല, ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പം പാറ്റേണിൽ നമ്മൾ മാറാൻ തയ്യാറല്ല, കാറ്റ് പോലെ പോകാൻ നമ്മൾ ജീവിതത്തിൽ ഒരു സ്ഥലത്തും തയ്യാറല്ല. നമ്മൾ എന്തുകൊണ്ട് ഒരു സെറ്റ് പാറ്റേണിലേക്ക് വരുന്നതെന്നറിയാവോ? ഒരൊറ്റ
ഒരൊറ്റ ഫോമിലേക്ക് എല്ലാ മനുഷ്യരും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് കേരളത്തിൽ ശാസ്ത്രജ്ഞന്മാരില്ലാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്നറിയോ? എല്ലാവരും ഒരു പാറ്റേണിലോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും നേഴ്സാവുക, എങ്ങനെയെങ്കിലും ഒരു നല്ല ജോലി മേടിച്ച് കാശുണ്ടാക്കുക. അപ്പം എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന കുറേ ആൾക്കാർ. ഏത് വീട്ടിൽ ചോദിച്ചാലും പിള്ളേർ കാനഡയിൽ, ബ്രിട്ടനിൽ, എല്ലാവരും എങ്ങനെ ആയിപ്പോയത്? കാരണം ചെറുപ്പം തൊട്ട് നമ്മളവരെ പഠിപ്പിച്ചു, പണമാണ് പ്രധാനം, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ എന്തിനു കൊള്ളാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച് അവരൊരു പാറ്റേണിനകത്താക്കി. ഇനി അവർക്ക് ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, മക്കളെ, നിക്കോദമോസിൻ്റെ പ്രായമായാലും കുഴപ്പമൊന്നുമില്ല, ഈ കാറ്റ് പോലെ വീശുക എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് പാറ്റേൺസിനപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്തു പറയുന്നുവെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന മെച്യൂരിറ്റിയെക്കുറിച്ചാണ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ ഈ കാറ്റ് പോലെ വീശു എന്ന് പറഞ്ഞപ്പം അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ നമ്മൾ ചെറുപ്പത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ചെറുപ്പകാലത്ത് നമ്മൾ പഠിച്ച പാഠങ്ങൾ മറന്നു പോകാൻ പ്രയാസമാണ് അല്ലേ? പിന്നീട് പഠിച്ചതൊക്കെ നമ്മൾ പിന്നെ മറക്കും. എന്നാൽ ചെറുപ്പകാലത്തുള്ളത് നമ്മൾ മറക്കത്തില്ല. 4, 3, 7 എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. നിങ്ങളോട് നാളെ മറന്നിട്ട് വരാൻ പറഞ്ഞാൽ എളുപ്പമല്ല. പണമാണ് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് നിങ്ങളോട് മറക്കുക എന്ന് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഓക്കെ, സമ്മതിച്ചോ? അപ്പം കർത്താവ് പറയാണ്, ഇങ്ങനെ നിങ്ങൾ ഒത്തിരി അറിവ് സമ്പാദിച്ച ജീവിതം കൊണ്ട് നിങ്ങൾക്ക് എവിടെ കയറാൻ പറ്റില്ല? ദൈവരാജ്യത്തിൽ കയറാൻ പറ്റില്ല. കുറേ നാൾ സുവിശേഷ വേല ചെയ്യുമ്പം ഈ പാസ്റ്റർ ചിന്തിക്കും, ഇങ്ങനെ പോയാൽ പറ്റില്ല, കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കും. കാരണം അതാണ് അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ആദ്യ പാഠം. മനസ്സിലായോ? അപ്പോൾ കുറേ കഴിയുമ്പോൾ ഒരു 45 വയസ്സാകുമ്പം, അങ്ങനെയല്ലേ പറഞ്ഞത് ആ കാരണവരെന്നോട്? 45 വയസ്സാകുമ്പം പിള്ളേര് ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകേണ്ട പ്രായം അപ്പനും അമ്മയ്ക്കും ആകുമ്പം, പിള്ളേരുടെ കല്യാണ ആലോചനകൾ നടക്കാൻ തുടങ്ങുമ്പം അപ്പനും അമ്മ ആലോചിക്കും, ഇനി കാറ്റ് പോലെ പോയാൽ ശരിയാവില്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. ഈ പാഠം എവിടെ നിന്ന് വന്നതാ? ഈ പാഠം നമ്മുടെ പഴയ ജഡത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ദൈവത്തെ അനുസരിക്കണമെങ്കിൽ എന്തു വേണം? ഈ ജഡത്തിൻ്റെ പാഠങ്ങളോട് നമ്മൾ മരിക്കണം. മറക്കാൻ പോകുന്നില്ല, പിന്നെ എന്തേ സാധിക്കുള്ളൂ? അതിനോട് മരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, വെള്ളത്താലും ആത്മാവിനാലും നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന്. ഓക്കെ, നമുക്ക് ഈ വെള്ളം എന്താണെന്നൊന്ന് ആലോചിക്കാം. എങ്ങനെയാണ് ഈ പഴയതിനോട് നമ്മൾ മരിക്കുന്നത്? എങ്ങനെയാണ് നമുക്ക് കാറ്റ് പോലെ ആകാൻ പറ്റുന്നത്? കർത്താവ് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് വെള്ളം, മറ്റൊന്ന് ആത്മാവ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ കാറ്റ് പോലെ ആകാൻ തക്കവണ്ണം നമ്മുടെ പഴയ മനുഷ്യൻ ഇല്ലാതാകുന്നതെന്ന് ഈ വെള്ളം എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് പിടികിട്ടുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. അപ്പൊ എന്തിനു വേണ്ടി വെള്ളം തളിക്കുന്നേ? അപ്പൊ ഈ വെള്ളം എന്തിനു വേണ്ടിയുള്ളതാ? വെള്ളം എന്തിനു വേണ്ടിയുള്ളതാ? വെള്ളം നമ്മളെ ശുദ്ധമാക്കാനുള്ളതാ. എങ്ങനെ കർത്താവ് ശുദ്ധമാക്കുന്നറിയോ? നമ്മുടെ പഴയ ജഡത്തെ കഴുകി ക്ലീനാക്കോ അല്ല ചെയ്യുന്നത്. അടുത്ത വാക്യം. അപ്പൊ നിങ്ങളെ ഇങ്ങനെ ഒരു സെറ്റ് പീസാക്കി മാറ്റാൻ, ഒരു പാറ്റേണിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെല്ലാം തോട്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, എന്തെല്ലാം വിഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം മലിനതകൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ, അതെല്ലാം ഈ വെള്ളത്താൽ ഞാൻ എടുത്തു കളയും. അടുത്ത വാക്യം. നിങ്ങളെ നിർമ്മലീകരിക്കും, പുതിയൊരു ഹൃദയം തരും. അപ്പം പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പൊ വെള്ളവും വന്നു, ആത്മാവും വന്നു. അടുത്ത വാക്യം. ഇതാണ് വെള്ളം എന്താ ചെയ്യുന്നത്? കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പൊ പഴയ ഹൃദയത്തെ കഴുകി ശുദ്ധമാക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യുന്നത്? പഴയ ഹൃദയത്തെ, കല്ലുപോലുള്ള ഹൃദയത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് മുറിച്ചു മാറ്റി കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദന നമുക്ക് തരുന്നതിലൂടെയാണ് നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നത്. വെള്ളം ചെയ്യുന്നത് അവൻ്റെ കൂടെയുള്ള മരണത്തിൽ നമ്മളെ പങ്കാളികളാക്കുകയാണ്. ഇത്ര പേർക്ക് മനസ്സിലായി വെള്ളം എന്താണ്? അപ്പൊ യെഹെസ്കേലിന്റെ പ്രവചനത്തിലാണ് വെള്ളം എന്താന്ന് പറയുന്നത്. അല്ല നമ്മൾ തിയോളജിയന്മാരെന്ന് പറഞ്ഞ് ചുമ്മാ വ്യാഖ്യാനിച്ചാൽ പോരാ. അതിനൊരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. ആ പഴയ നിയമ പശ്ചാത്തലത്തിൽ പറയുന്നത് ഈ വാട്ടർ എന്ത് ചെയ്യണം? വാട്ടർ ക്ലെൻസസ് us from all our iniquities and idols.
നമ്മുടെ ഹൃദയത്തിന്റെ കല്ല് പോലുള്ള അവസ്ഥകളെ മാറ്റുന്നത് ദൈവത്തിന്റെ നിർമ്മല ജലം നമ്മുടെ മേൽ വീഴുമ്പോഴാണ്. അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു വാഷിംഗ് ആണ്. തിത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മളെ രക്ഷിച്ചത് പുനർജനന സ്നാനത്താലും ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന ആത്മാവിന്റെ നവീകരണത്താലും അത്രേ. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളവും ആത്മാവുമാണ്. ഇത് തന്നെയാണ് അവിടുത്തെ ട്രാൻസ്ലേഷൻ. എങ്ങനെ ഇംഗ്ലീഷിലെ ദിസ് ബൈ ദ വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്ന, അതായത് സ്നാനമല്ല, പുനർജനന സ്നാനം എന്നുള്ളത് ശരിക്കും കഴുകലാണ്. എന്ത് കഴുകലാണ്? പുനർജനനത്തിന് വേണ്ടിയുള്ള കഴുകൽ. അതായത് നമ്മളെ പുതുതാക്കാൻ വേണ്ടി പഴയതിനെ എടുത്തു മാറ്റുന്ന, മുറിച്ചു മാറ്റുന്ന കഴുകൽ. തിത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്. How are we saved? We are saved by the washing of regeneration and by the renewal of the spirit. ഇത് തന്നെയാണ് യോഹന്നാൻ പറയുന്നത്, കഴുകലും ആത്മാവും. പഴയതിനെ എടുത്തു മാറ്റുന്ന, ആത്മീകമായി പരിച്ഛേദന ഏൽപ്പിക്കുന്ന. അപ്പോൾ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ആത്മീക പരിച്ഛേദന എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ലഭിക്കുന്നത്? കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്. നമ്മൾ ജഡത്തിൽ ഒത്തിരി മര്യാദകൾ പഠിച്ചിട്ടുണ്ട്. നല്ലവരായി ജീവിക്കണം എന്നുള്ള മനസാക്ഷി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യസന്ധരായിരിക്കണമെന്ന് മനസാക്ഷി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മാങ്ങാണ്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇവിടുത്തെ സത്യസന്ധത പോരാ, ഇവിടുത്തെ ക്ഷമ പോരാ, ഇവിടുത്തെ സ്നേഹം പോരാ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹമില്ല, തികഞ്ഞതില്ല, അപര്യാപ്തമായതേ ഉള്ളൂ. ഞാൻ അവനോട് ക്ഷമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എൻ്റെ ക്ഷമ അപര്യാപ്തമാണ്. അവൻ്റെ ഉള്ളിൽ എന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പഴയ ജഡത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല. അത് അതുപോലെ എടുത്തു കളഞ്ഞ് പുതിയതൊന്ന് സ്ഥാപിക്കപ്പെടുമ്പോഴാണ് നമുക്ക് കാറ്റുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ വീണ്ടും ജനനം, റീജനറേഷൻ എന്ന ഉപദേശം നിങ്ങൾ ആലോചിക്കുക. ഏറ്റവും അടിസ്ഥാനപരമായ ക്രിസ്ത്യ ഉപദേശം ഞാനീ പറഞ്ഞത്. The very basic of Christian living എന്താണ്? നിങ്ങൾ വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ എല്ലാം ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് എവിടെയാ? വീണ്ടും ജനനത്തെക്കുറിച്ചാ. നിങ്ങൾ വിചാരിക്കുമോ, എൻ്റെ ദൈവമേ ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇതാണ് സകല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്ന, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് മുഴുവൻ, വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ മുഴുവൻ വിശ്വസിക്കുന്ന സത്യം, നാം എല്ലാവരും വീണ്ടും ജനിച്ചിരിക്കണം. എങ്ങനെ വീണ്ടും ജനിക്കുന്നതെന്ന് മാത്രമാണ് പ്രശ്നം. എന്താണ് പ്രശ്നം? ഈ പഴയത് എടുത്തു മാറ്റുകയും നമ്മൾ പുതുതായി നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനെയാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. വീണ്ടും ജനിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? എന്ത് ചെയ്യണം? ഇതാ ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? പറ്റിയല്ല. നമ്മൾ പലപ്പോഴും പ്രസംഗകർ വിചാരിക്കുന്നതിനാണെന്നറിയോ, ഒരു തീരുമാനമെടുത്തേ നിങ്ങളിന്ന് പോകാവൂ, ഇന്ന് വീണ്ടും ജനിക്കാതെ ആരും ഇവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞാലൊന്നും ഈ പരിപാടി നടക്കുകയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തൊരു കുഞ്ഞും തീരുമാനമെടുത്ത് ജനിച്ചിട്ടില്ല. ഉണ്ടോ? ലോകത്തൊരു കുഞ്ഞും ഞാൻ ഇന്ന് ജനിക്കാൻ പോകാൻ തീരുമാനമെടുത്ത് ജനിച്ചിട്ടുണ്ടോ? ജനിച്ചിട്ടില്ല. ഇങ്ങനെ ജനിച്ചിട്ടുണ്ടോ? 2020 22 ഇനിയിപ്പോൾ എവിടെയെങ്കിലും ജനിച്ചേ പറ്റുള്ളൂ, ലോകം അവസാനിക്കാൻ പോവാ, എന്നാൽ പിന്നെ ഈ വീട്ടിൽ ജനിച്ചേക്കാമെന്ന് തീരുമാനമെടുത്ത് ഏതെങ്കിലും കൊച്ചിവിടെ ജനിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായി നിസ്സഹായരാണ്. നമ്മളുടെ കർത്താവ് ഒരൊറ്റ കാര്യം പറഞ്ഞു, നമ്മൾ ബലഹീനരും നിസ്സഹായരാണെന്ന് കാണുമ്പം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത്രയേ ഉള്ളൂ. നമ്മൾ അവൻ്റെ മുമ്പിലോട്ട് എന്ന് പറയാം, ചുങ്കക്കാരനെ പോലെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ രക്ഷിക്കാൻ നിനക്കല്ലാതെ സാധിക്കില്ല, ഞാൻ എത്ര ഓടിയാലും അത് നടക്കുകയില്ല, നീ എന്നെ രക്ഷിച്ചിട്ടല്ലാതെ ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ രക്ഷയ്ക്കായി ഞാൻ കർത്താവിനോട് നടത്തുന്ന നിലവിളിയിലാണ് ഈ കഴുകൽ സംഭവിക്കുന്നത്. ഈ കഴുകൽ എന്ന് പറയുന്നത് ആ നിസ്സഹായാവസ്ഥയിലുള്ള നിലവിളിയുടെ പ്രതിഫലനമാണ്. നമ്മൾ എപ്പോഴാണോ കർത്താവിന് മുമ്പിലേക്ക് ആ നിലവിളി, ആ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് സംഭവിക്കണം. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആ നിലവിളി, അതിൻ്റെ ഏങ്ങലുകൾ ഇടയ്ക്ക് എനിക്ക് ഇപ്പോഴും കിട്ടാറുണ്ട്, ഞാൻ തോന്നാറുണ്ട് എനിക്ക്. കാരണം അത് ദൈവത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ അപേക്ഷയാണ്. കർത്താവെ, ഒരു നിസ്സഹായാവസ്ഥയാണ്. സാധാരണ മാനസാന്തരം എന്ന് പറയുന്നത് എന്നറിയോ, ഞാൻ ഇന്നലെ വരെ ഒത്തിരി പാപം ചെയ്ത ജീവിച്ച കർത്താവെ, ഇന്ന് മുതൽ ഞാൻ നന്നായിക്കോളാം. ഇങ്ങനെ മാനസാന്തരപ്പെട്ടവരാണ് നമ്മുടെ വലിയൊരു പങ്ക് ആൾക്കാരും. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, ഇന്ന് മുതൽ നന്നായിക്കോളാം എന്നുള്ള പ്രോമിസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രോമിസ് അല്ല. നമുക്കതിനെ കൊണ്ട് കഴിയുമില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശക്തിയെ വിട്ടിട്ട്, ജഡത്തിൽ ആശ്രയിക്കുന്ന വിട്ടിട്ട്, എൻ്റെ തീരുമാനത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് വിട്ടിട്ട്, എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാണ്, കർത്താവെ, എന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ, എൻ്റെ ഒരു തീരുമാനത്തിന് എന്നെ രക്ഷിക്കാൻ കഴിയില്ല, എന്നെ രക്ഷിക്കാൻ നിനക്ക് കരുണയുണ്ടാകണമേ എന്ന് ഹൃദയം തകർന്ന് നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ രക്ഷ പ്രാപിക്കും, വീണ്ടും ജനനം പ്രാപിക്കും. കാരണം അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിനോട് ചോദിക്കാം, ഞാൻ നിലവിളിച്ചതല്ലേ കർത്താവ് എന്നെ രക്ഷിക്കണമെന്ന്, എന്നിട്ട് എന്നെ രക്ഷിക്കാഞ്ഞെന്ന് ചോദിക്കാലോ, അല്ലേ? അങ്ങനെ ചോദിക്കാൻ കർത്താവ് നിന്നെ രക്ഷിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നെന്ന് പറയുവോ? പറയുകയില്ല.
അവൻ്റെ വാഗ്ദത്തങ്ങൾ എന്നേക്ക് നിലനിൽക്കുന്നതായതുകൊണ്ട് ഏത് സമയത്തും കർത്താവിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ്, കർത്താവെ ഞാൻ നിസ്സഹായനാണ്, എന്നെ രക്ഷിക്കാൻ നീ കരുണ കാണിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിച്ചാൽ അവൻ ഉറപ്പായിട്ട് നമ്മളെ രക്ഷിച്ചിരിക്കും. രക്ഷപ്പെടാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ, നമ്മളെ തന്നെ വിട്ട്, നമ്മളെ തന്നെ ത്യജിച്ച്, നമ്മളെ തന്നെ നിസ്സഹായരെന്നും നിഷ്പ്രയോജനരെന്നും പ്രയോജനമില്ലാത്തവരെന്ന് എണ്ണിക്കൊണ്ട് യേശു ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷയ്ക്കായി നിലവിളിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. നിക്കോദെമോസിന് അത് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് സകലരോടും പ്രബോധിപ്പിക്കുന്നു. ഇന്നെങ്കിലും കർത്താവിന് മുമ്പിലേക്ക് വന്നിട്ട് ആ നിസ്സഹായാവസ്ഥ കൺഫസ് ചെയ്തിട്ട് പറയുക, കർത്താവെ എനിക്ക് പറ്റത്തില്ല, നീ എന്നെ രക്ഷിച്ചിട്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഉറപ്പ് നൽകി, ആത്മാവിൻ്റെ അഷുറൻസ് നൽകി, പുതിയ ജീവനെ നൽകി, ക്രിസ്തുവിനെ നടത്തി അതേ ആത്മാവിനാൽ നിങ്ങളെ വീണ്ടും ജനിപ്പിക്കുകയും നടത്തുകയും ചെയ്യും. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. അങ്ങ് തന്ന നിയമങ്ങളുടെ കാഠിന്യം കർത്താവ് ഞങ്ങളെ പലപ്പോഴും കഠിനഹൃദയരാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. കർത്താവ് ഞങ്ങളുടെ ഒരു നീതി സ്ഥാപിച്ച് ഞങ്ങൾ നീതിമാന്മാരെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് അങ്ങയുടെ നിയമങ്ങൾ കഠിനമായത് ഞങ്ങളുടെ നിസ്സഹായാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകാൻ, ഞങ്ങളുടെ ജഡത്തിൻ്റെ ദൗർബല്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ, ഞങ്ങൾ ഒരിക്കലും നന്നാകില്ല എന്നുള്ള സത്യം ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നു കർത്താവെ. അങ്ങേക്ക് മാത്രം ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവെ. അങ്ങ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് വാഗ്ദത്തം തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജഡത്താലല്ല, ആത്മാവിൻ്റെ പുതുക്കത്താൽ, അവിടെ ഞങ്ങൾക്ക് തരുന്ന കഴുകലിനാൽ കർത്താവെ ക്രിസ്തുവിൻ്റെ ജീവനെ തന്നെ പ്രാപിച്ച് അങ്ങയുടെ മക്കളായി വിശുദ്ധീകരണത്തിൽ നടക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.